ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിലെ ഹൃദയഭാഗത്തുള്ള 3 ഗ്രന്ഥങ്ങളെ കുറിച്ച് ആണ് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ബൈബിളിലെ പഴയ നിയമത്തിൽ തനക്ക് എന്നാണ് പറയുന്നത്. ഇപ്പൊ തോറ, നബി, കെത്തുബി, അതിന്റെ ചുരുക്കെഴുത്താണ് തനക്ക്. ഈ തനക്കില് സംഗീത പ്രധാനമായ കാവ്യഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളൊക്കെ ആ ഭാഗത്താണ് വരുന്നത്. അവിടെ പിന്നീട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ. നമ്മൾ കാണുന്നുണ്ട് ഇയ്യോബിന്റെ പുസ്തകം, പിന്നെ കാണുന്നത് സഭാപ്രസംഗി, പിന്നെ ഉള്ളത് ഉത്തമഗീതങ്ങൾ. ഇങ്ങനെ പല ഗ്രന്ഥങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന ഇയ്യോബിന്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, ഇങ്ങനെ 5 പുസ്തകങ്ങളെ നമ്മൾ അവിടെ കാണുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫിലോസഫിക്കലായിട്ട്, സങ്കീർത്തനം നമ്മുടെ ജീവന്റെ തുടിപ്പുകളുമായി ബന്ധപ്പെട്ട് ജീവഗന്ധിയായ പുസ്തകമാണ്. എന്നാൽ നമ്മളിവിടെ കാണുന്ന ഈ സഭാപ്രസംഗി ഫിലോസഫിക്കലായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ്. ഈ 3 പുസ്തകങ്ങളും ഒട്ടും സാഹിത്യ ശോഷണം സംഭവിക്കാത്ത പുസ്തകങ്ങളാണ്. വർഷങ്ങൾ എത്രയായി അത് രചിക്കപ്പെട്ടിട്ട്. വളരെ വിപുലമായ ഗ്രന്ഥമല്ല, ചെറിയ പുസ്തകങ്ങളാണ്. പക്ഷേ സഹസ്രാബ്ദങ്ങളെ അതിജീവിച്ച് ഇന്നും മനുഷ്യ ചിന്തയെ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകങ്ങളുടെ പ്രത്യേകത. ഓരോ ദിവസവും അത് പുതുക്കപ്പെടുകയാണ്. ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ പുനർവായനയിൽ പോലും പുതിയ ചിന്തകളും പുതിയ ഊർജവും പുതിയ ചൈതന്യവും തികച്ചും പുതുമ നമുക്ക് സമ്മാനിക്കുന്ന പുസ്തകങ്ങളാണ്. നമ്മൾ എത്ര വായിച്ചാലും നമുക്കൊരിക്കലും മടുപ്പ് വരികയില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ക്ലാസിക് എന്ന് പറയും, ക്ലാസിക് നോവൽ, ക്ലാസിക്കുകൾ, കാലാതിവർത്തിയായ ഗ്രന്ഥങ്ങളാണ്. ഒരു ക്ലാസിക് ഗ്രന്ഥം എന്ന് പറഞ്ഞാല് ദിവസവും നമുക്ക് ഫ്രഷ് മിൽക്ക് തരുന്ന ഒരു പശുവിനെ പോലെ എന്നും പാല് തരുന്നു. ഓരോ ദിവസവും പുതുതായി വരുന്ന പ്രഭാതം പോലെ, നമ്മുടെ പ്രകൃതി പോലെ ഓരോ പ്രഭാതവും എത്ര ഫ്രഷാണ്. ഓരോ പ്രഭാതവും പുതുമയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവം ഇന്നത്തെ ആധുനിക മനുഷ്യർക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ വന്നുകൊണ്ട് ആരും എഴുന്നേൽക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം മൊത്തം ഒരു പുതുമയാണ്. ഇന്നലെ നമ്മുടെ മുറ്റം തന്നെ ആയിരിക്കും, നമ്മുടെ ചുറ്റുപാടുകളും തൊടികളും ഒക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ആകെപ്പാട് ഒരു പുതുമയാണ്. അപ്പൊ ഓരോ പ്രഭാതവും പുതുതായിരിക്കുന്നത് പോലെ ഈ പുസ്തകങ്ങളുടെ ഓരോ വായനയും നമുക്ക് പുതിയ അനുഭവങ്ങളാണ് തരുന്നത്. അപ്പൊ അതാണ് ക്ലാസിക് ഗ്രന്ഥങ്ങളുടെ ഒരു പ്രത്യേകത. ഈ 3 പുസ്തകങ്ങൾ നിശ്ചയമായും ക്ലാസിക് എന്ന് പറഞ്ഞാൽ പോരാ, അതിനൊക്കെ മീതെയുള്ള ഒരു സ്ഥാനത്ത് തന്നെ നിർത്തേണ്ട പുസ്തകങ്ങളാണ്. ഈ പ്ലേറ്റോ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദേവന്മാർ ദരിദ്രന്മാരെ തിരഞ്ഞെടുത്ത് പ്രചോദിപ്പിക്കുന്നു, ഉത്തുംഗമായ സംഗീതം അവർക്ക് കൊടുക്കുന്നു. അത് അവരെക്കാൾ അധികമായി ആ സംഗീതം അനുസ്മരിക്കപ്പെടേണ്ടതിനാണ്. ദരിദ്ര ഗായകന്മാർ പ്ലേറ്റോയുടെ ഒരു പ്രയോഗമാണ്. കാരണം സൃഷ്ടാവിനേക്കാൾ, ആ കലാകാരനേക്കാൾ, ആ കലാസൃഷ്ടിക്ക്, ആ സാഹിത്യകാരനേക്കാൾ ആ സാഹിത്യകൃതിക്ക് കൂടുതൽ പോപ്പുലാരിറ്റി, കൂടുതൽ പ്രസക്തി
അത് ദൈവസ്പർശമുള്ള കൃതികളാണെന്നാണ് പ്ലേറ്റോയുടെ അഭിപ്രായം. അദ്ദേഹം പറയുന്നതാണ്, ഗോഡ്സ് ഡെലിബറേറ്റ്ലി ചോസ് ദ പൂറസ്റ്റ് ഓഫ് പൂർ പോയറ്റ്സ് ടു ഇൻസ്പയർ ദ ഗ്രേറ്റസ്റ്റ് പോയംസ് എവർ റിട്ടൺ, സോ ദാറ്റ് ദ ഗ്ലോറി വുഡ് ബി theirs, നോട്ട് ദ പോയറ്റ്സ്, നോട്ട് മെൻസ്. അപ്പോൾ മഹത്വം മനുഷ്യനല്ല, ആ മഹത്തായ ആ കാവ്യ സൃഷ്ടിക്കാണ് കിട്ടുന്നത്. അതിനാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെയും, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ജ്ഞാനം കുറഞ്ഞവരെയും, കുലീനന്മാരെ ലജ്ജിപ്പിക്കുവാൻ കുലഹീനമായതിനെയും നികൃഷ്ടമായതിനെയും ലോകത്തിലേതുമില്ലാത്തതിനെയും തിരഞ്ഞെടുത്തു. അപ്പം ഡെലിബറേറ്റ്ലി ഗോഡ് ചോസൺ അസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മഹത്തായ ഈ സൃഷ്ടികളിൽ കാണുന്നത്. ഇങ്ങനെയുള്ള സൃഷ്ടികളിൽ, ദൈവത്തിന്റെ കരസ്പർശമുള്ള സൃഷ്ടികളിൽ, ദൈവത്തിന്റെ കരസ്പർശം ഉള്ള ഈ സൃഷ്ടികളിൽ നമുക്കെപ്പോഴും ഒരു പുതുമ അനുഭവപ്പെടും. അവിടെ സാഹിത്യത്തിന്റെ ആ മനോഹാരിത, നമുക്ക് സംഗീതത്തിന്റെ ഔന്നത്യം, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. സാഹിത്യം എത്ര മനോഹരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ നമ്മളത് കാണണമെങ്കിൽ നമുക്ക് ദൈവിക ജ്ഞാനം ആ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. വാക്കുകൾക്കിടയിലൂടെ എപ്പോൾ എന്തൊക്കെയോ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. എന്തോ ഒന്ന് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, എന്നാൽ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റാത്തത് എന്തോ ഒന്ന് അതിലുള്ളതായിട്ട് നമുക്ക് തോന്നും. നമ്മളവിടെ ആത്മാവിൻ്റെ പുതപ്പുകളെ മാറ്റി നിന്നെങ്കിൽ മാത്രമേ നമുക്കിത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ആ സ്വർഗീയ മഴയിൽ നമ്മൾ കുടകൾ മാറ്റി, നമ്മുടെ അഹന്തയുടെ കുടകളൊക്കെ മാറ്റി ആ സ്വർഗീയ മഴയിൽ ചെന്ന് നിന്നാൽ ആ മഴ നനയാൻ കഴിയും. ആത്മാവിൻ്റെ മൂടികളെ മാറ്റി സ്വർഗീയ മഴയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയഭൂവിൽ ആ സ്വർഗത്തിന്റെ വിത്തുകൾ കിളിർക്കാൻ ആരംഭിക്കും. ഇതാണ് നമുക്ക് ഇത്തരം പുസ്തകങ്ങളോടുണ്ടാകേണ്ട സമീപനം. അപ്പൊ ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങളുടെ വായനയെ സമ്പുഷ്ടമാക്കുവാൻ നിശ്ചയമായിട്ടും ഈ പുസ്തകങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഇന്നലെ എന്നോട് കുറെ ആളുകൾ പറഞ്ഞു, ഈ ലോക്ക്ഡൗണിൽ വായിക്കാൻ പറ്റിയ ഫ്യൂ ബുക്സ് സജസ്റ്റ് ചെയ്യണം ഒരു ലൈവില്. അതുകൊണ്ടാണ് ഞാൻ ഈ വളരെ ഓഫ് ടൈമിൽ വന്ന്, കാരണം നമ്മുടെ പതിവ് ലൈവിന്റെ ടൈമൊന്നും അല്ല ഇത്, ഞാനിവിടെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ ഒത്തിരി ലേറ്റായി. അപ്പൊ ഈ ആൾ ആവശ്യപ്പെട്ട്, വാട്സാപ്പിൽ എനിക്ക് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പുസ്തകമാണ് ലോക്ക്ഡൌണിൽ വായിക്കാൻ. ഒരു 3 പുസ്തകം സജസ്റ്റ് ചെയ്യണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ എൻ്റെ കയ്യിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. അത് ഒരുപാട് പുസ്തകങ്ങൾ എനിക്കുണ്ട്, എന്നെ ഹാർഡ് കോപ്പി ആയിട്ടും പിന്നെ സോഫ്റ്റ് കോപ്പി ആയിട്ടും ഒക്കെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ബഹുമാന്യ പ്രേക്ഷകൻ ആവശ്യപ്പെട്ടതാണ് ലോക്ക്ഡൌണിൽ വായിക്കാൻ 3 പുസ്തകം സജസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ എന്ത് പുസ്തകം സജസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് പൊന്തി വന്നതാണ് 3 പുസ്തകമാണ് ആവശ്യപ്പെട്ടത്. അപ്പം ഞാൻ ചിന്തിച്ചപ്പം, കളിയാക്കാനല്ല കേട്ടോ, കളിയാക്കാനല്ല, പുസ്തകങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ഏത് ടോപ്പിക്കിലുള്ള പുസ്തകം വേണമെങ്കിലും ഇന്ന പുസ്തകം വേണമെന്നൊക്കെ. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഞാൻ ചിന്തിച്ചപ്പം, അല്ല നിങ്ങൾ ഓർക്ക് ഒരുത്തൻ 3 പുസ്തകം ചോദിച്ചപ്പം അയാള് ബൈബിളിൽ നിന്ന് 3 പുസ്തകം എന്നോ, ഞാൻ ആത്മാർത്ഥമായിട്ടാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ചിന്തിച്ചപ്പോഴും എനിക്ക് തോന്നി ഈ പുസ്തകങ്ങൾ, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ ചിന്തിക്കാൻ പറ്റിയ 3 പുസ്തകങ്ങളാണ്. 1 സഭാപ്രസംഗി, 2 ഇയ്യോബ്, 3 ഉത്തമഗീതം. ഈ 3 പുസ്തകങ്ങൾ വായിക്കുക. ഫിലോസഫീസ്. ഫിലോസഫീസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിലോസഫിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. ഏൻഷ്യൻ ഫിലോസഫിയും മോഡേൺ ഫിലോസഫിയും, അല്ലെ ഈസ്റ്റേൺ ഫിലോസഫിയും, നമ്മളെപ്പോഴും പറയുന്ന വെസ്റ്റേൺ ഫിലോസഫിയും, അല്ലെ ഒപ്റ്റിമിസ്റ്റിക് ഫിലോസഫി അല്ലെങ്കിൽ പെസിമിസ്റ്റിക് ഫിലോസഫി. അതായത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ഉള്ള ഫിലോസഫി ഉണ്ട്, പെസിമിസ്റ്റിക് അല്ലെ ശുഭപ്രതീക്ഷയുടെ
തത്വചിന്തകൾ, നൈരാശ്യത്തിൻ്റെ തത്വചിന്തകൾ ഉണ്ട്. അല്ലെങ്കിൽ തെയിസ്റ്റിക് ഫിലോസഫി വേഴ്സസ് എത്തീസ്റ്റിക് ഫിലോസഫി എന്ന് പറഞ്ഞാൽ തെയിസ്റ്റിക് ദൈവവിശ്വാസത്തിൻ്റെ തത്വചിന്തയുണ്ട്, നിരീശ്വരവാദികളുടെ തത്വചിന്തയുണ്ട്. അല്ലെ റാഷണലിസ്റ്റിക് ഫിലോസഫി, ഇറാഷണലിസ്റ്റിക് ഫിലോസഫി, ഇങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. മോണിസ്റ്റിക് വേഴ്സസ് പ്ലൂറലിസ്റ്റിക്, ഒരുപാട് തരംതിരിവുകൾ നമുക്കുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പുസ്തകങ്ങൾ കാണുമ്പോൾ ഫുൾ വേഴ്സസ് എംപ്റ്റി, പൂർണ്ണതയും ശൂന്യതയുമാണ് നമ്മൾ കാണുന്ന വ്യത്യാസം. പൂർണ്ണതയും ശൂന്യതയുമായിട്ടുള്ള വ്യത്യാസം. സോളിഡ് ആൻഡ് ഷാലോ, ആഴമുള്ളതും ആഴം കുറഞ്ഞതും ഫിലോസഫിയാണ്. ആഴമുള്ള ഫിലോസഫി, ആഴം കുറഞ്ഞ ഫിലോസഫി, പ്രൊഫൗണ്ട് ആൻഡ് ട്രിവിയൽ. ലോകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ചതിന് ശേഷം, ലോകത്തിലെ എല്ലാ പുണ്യാത്മാക്കളെയും അനുധാവനം ചെയ്തതിന് ശേഷം, അവരുടെ എല്ലാ ജ്ഞാനവും അവരുടെ എല്ലാ കർമ്മവും നേരിട്ട് അനുഭവിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരികയാണെന്ന് സങ്കല്പിക്കുക. ലോകത്തിലെ എല്ലാ ഗ്രന്ഥ സമുച്ചയങ്ങളിലെയും ഗ്രന്ഥങ്ങളുടെ താളുകൾ മുഴുവൻ പരതിയതിനു ശേഷം, ലോകത്തിലെ സകല പുണ്യാത്മാക്കളെയും അനുധാവനം ചെയ്ത് അവരിൽ നിന്ന് കേട്ടതിന് ശേഷം മടങ്ങി വന്നു കഴിഞ്ഞാലും ഈ 3 പുസ്തകങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന തത്വചിന്തയ്ക്ക് അപ്പുറത്തുള്ള ഒന്നും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. കാരണം ലോകത്തിലെ സകല തത്വചിന്തകളുടെയും ആകത്തുക സമ്മേളിച്ചിരിക്കുന്ന 3 പുസ്തകമാണ് ഈ പുസ്തകം. ബൈബിൾ ഒരിക്കലും പഴകിപ്പോകാത്തതിന്റെ കാരണം, ബൈബിൾ ഒരിക്കലും പഴകിപ്പോകുന്നില്ല. യഹൂദ റാബിമാർ പുസ്തകങ്ങൾ അടുക്കി വെച്ചപ്പോ എക്ലീഷിയാസ്റ്റസ് സഭാപ്രസംഗി എന്ന പുസ്തകം ഒരു കുന്തമുന പോലെ യോജിക്കാതെ വന്നു. കാരണം ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ അത്ഭുതവും ദൈവം തന്റെ ജനത്തോട് ഇടപെടുന്നതും അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ബാക്കിയെല്ലാം. പക്ഷേ എക്ലീഷിയാസ്റ്റസ് എന്ന ബുക്ക് എ നോസ്റ്റിക് അപ്രോച്ചാണ്, നോസ്റ്റിക് ആണ്. സലോമോൻ ആണ് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് നോസ്റ്റിക്സ്, അജ്ഞേയവാദി. ഇപ്പൊ ഞാനിന്ന് ഇതെടുക്കുന്നത് ആധുനിക മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികളിലെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ക്രൈസ്തവ യുവാക്കൾ, അതിലും പ്രത്യേകിച്ച് പെന്തക്കോസ്ത് യുവാക്കൾ. ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തോട് യാത്ര പറഞ്ഞെങ്കിലും പെന്തക്കോസ്ത് യുവാക്കളെ കുറിച്ച് എനിക്ക് ഭാരമുണ്ട്. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട കുറേ പോസ്റ്റുകൾ പെന്തക്കോസ്തിലെ യുവാക്കൾ ഇട്ടിരിക്കുന്നത് അവരുടെ ആ ദയനീയ അവസ്ഥയെ കാണിക്കുകയാണ്. ഫിലോസഫിക്കലി ബാങ്ക്രപ്റ്റഡ് ആണ്. തത്വചിന്താപരമായ പാപ്പരത്വം വെളിവാക്കുന്നതാണ്. ദൈവമില്ല എന്നുള്ളത് തന്നെയല്ല, അവർ ഇരുട്ടിൽ തപ്പുകയാണ്, ചെളിയിൽ കാൽ പുതഞ്ഞിരിക്കുകയാണ്. അത്ര നിരാശാജനകമായ പോസ്റ്റുകളും കമന്റുകളുമാണ് പെന്തക്കോസ്ത് യുവാക്കളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ ശ്രദ്ധ അവരുടെ കയ്യിൽ, അവർ നിരന്തരം അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ നിരന്തരം ഉപയോഗിക്കുന്ന പുസ്തകത്തിൽ അവർക്കുള്ള ഔഷധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് ഞാൻ ഈ ലൈവിൽ ഈ 3 പുസ്തകങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ലോകത്ത് കാണുന്ന എല്ലാ ഫിലോസഫിയെക്കാളും ഈ ആർണോൾഡ് ടോയിൻബി 21 സംസ്കൃതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിവിലൈസേഷൻസ്. അതിൽ 21ാമത്തെ സംസ്കൃതിയാണ് വെസ്റ്റേൺ മോഡേൺ സിവിലൈസേഷൻ, ആധുനിക പാശ്ചാത്യ സംസ്കാരം. ഈ ആധുനിക പാശ്ചാത്യ സംസ്കാരത്തില് ഒരുപാട് ചെറിയ കാര്യങ്ങൾ വളരെ വിശാലമായി പഠിക്കുന്നുണ്ട്, പക്ഷെ വലിയ കാര്യം അവർ മിസ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, മറിച്ച് അവർ ആ ചോദ്യത്തെ അവഗണിക്കുക ചെയ്തു. ഈ 21 സംസ്കൃതികൾ മനുഷ്യരിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് ആർണോൾഡ് ടോയിൻബി. അപ്പൊ അതിൽ 20 എണ്ണത്തിലും ആ സംസ്കൃതികൾക്ക് ഒരു ഉത്തരമുണ്ടായിരുന്നു, വൈ വി ആർ ഹിയർ. അത് ഓരോ സംസ്കാരത്തിനും ഓരോ ഉത്തരങ്ങളായിരുന്നു, ഓരോ വിശദീകരണങ്ങളായിരുന്നു, ഓരോ വീക്ഷണങ്ങളായിരുന്നു. അവരുടെ ലോകവീക്ഷണം വ്യത്യസ്തമായിരുന്നു. പക്ഷെ 21ാമത്തെ ലോക സംസ്കൃതിയിൽ, ആധുനിക പാശ്ചാത്യ സംസ്കാരത്തിൽ വന്നപ്പം ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നല്ല, ആ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല എന്നുള്ളത്. ആ ചോദ്യത്തിന് പ്രസക്തി. പക്ഷേ ആ ചോദ്യം
ഒരു യഥാർത്ഥ ചോദ്യമാണ്. ആ ചോദ്യമാണ് മനുഷ്യരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അപ്പൊ മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം അതിനുള്ള ഉത്തരമില്ലെന്നുള്ളതാണ്. ഒരു സംസ്കൃതിക്ക്, ഒരു നാഗരികതയ്ക്ക് ഈ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു നാഗരികതയെ കാണുന്നത്. അപ്പൊ അതിനെ നമ്മൾ ആധുനികത എന്നും അല്ലെങ്കിൽ ഉത്തരാധുനികത എന്നും പല ഓമനപ്പേരിടും. പിന്നെ വിളിക്കും അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്, സ്വതന്ത്ര ചിന്തയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിന് അത് പൂരിപ്പിക്കട്ടെ. ദേ ഹാവ് നോ ആൻസർ. അവർക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പുള്ള മനുഷ്യ സംസ്കൃതികളെക്കാൾ ഉത്തമമല്ല, അധമമാണ് ഈ സംസ്കാരം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒന്നിനെക്കുറിച്ചും അറിവില്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ അറിയേണ്ടതിനെ കുറിച്ച് അറിയാതിരിക്കുന്നു. ബാക്കി ധാരാളം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. അതാണ് ഇന്നത്തെ ദുര്യോഗം. മനസ്സിലായോ? ഒരുപാട് അറിവുകളുണ്ട്, ഒരുപാട് അറിവുകൾ. പക്ഷെ അറിയേണ്ടത് മാത്രം അറിയുന്നില്ല. പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു? ഒരു ഷോക്കിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട് ഫിലോസഫിയിൽ. എന്തുകൊണ്ട് നമുക്ക് ചുറ്റും ശൂന്യതയല്ല? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വൈ? ട്രൈ ടു ഫിഗർ ഇറ്റ് ഔട്ട്. നമുക്ക് ചുറ്റും എന്തുകൊണ്ട് ശൂന്യതയല്ല? നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നു, ആകാശത്തെ കാണുന്നു. നമ്മൾ സൃഷ്ടിച്ചതല്ല. മരങ്ങളെ കാണുന്നു, മലകളെ കാണുന്നു, കിളികളെ കാണുന്നു, പുഴകളെ കാണുന്നു, താഴ്വരകളെ കാണുന്നു, ഇതെല്ലാം കാണുന്നു. നമ്മൾ സൃഷ്ടിച്ചതല്ല. വൈ? എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇതുണ്ട് ഇവിടെ. ഇനി ഒരിക്കൽ നാം മരിക്കും. മരിച്ചു കഴിഞ്ഞാലും ഇതിവിടെ കാണും. വൈ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആ ചോദ്യം ഇതിനു മുമ്പുണ്ടായിരുന്ന പൂർവ സംസ്കാരങ്ങളിലെല്ലാം ആ ചോദ്യത്തിന്റെ ഉത്തരം തേടൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആധുനിക മനുഷ്യൻ അത്തരം ചോദ്യങ്ങളെ കുറിച്ച് ഉത്തരമില്ല. അവന് ആധുനിക ഗാഡ്ജറ്റുകളെ കുറിച്ചും ഈ മൊബൈൽ ഫോണ്, ആപ്സ്, അതർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇതിനെ കുറിച്ചൊക്കെ നല്ല വിവരമാണ്. ബൈ ദ വേ, അത് പറഞ്ഞു വന്നപ്പോഴാ ഞാൻ പറയാൻ വിട്ടുപോയത്, ഒരു പുതിയ സംഭവം സൂം എന്ന ആപ്പ്, അതിനെ റീപ്ലേസ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് നമസ്തേ എന്ന് പറഞ്ഞ ഒരു സൈറ്റ്, ബ്രൗസർ ബേസ്ഡ് കോൺഫറൻസിങ് സമ്പ്രദായം ഇറക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ടോട്ടലി ഫ്രീ. അതിന്റെ ബീറ്റാ വേർഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാം പരമാവധി ട്രൈ ചെയ്ത് നോക്കുക. ഇന്ത്യൻ സാധനമാണ്, ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാരാൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യൻ വെബ്സൈറ്റ് ആണ്. അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ ബ്രൗസറിൽ കൂടെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ബീറ്റാ വേർഷനാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ബീറ്റാ വേർഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രയൽ വേർഷനാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചുമ്മാ ടൈപ്പ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് കോൺഫറൻസ് നടത്തി നോക്കാം. അങ്ങനെ അവർ ആവശ്യപ്പെട്ടിരിക്കുക നടത്തി നോക്കാൻ. ഇപ്പൊ ഞാനൊരു 4-5 പേരെ വിളിച്ചിപ്പം നോക്കാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു. നിങ്ങളും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഇന്ത്യൻ സംരംഭത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതിനിടയ്ക്ക് അത് പറഞ്ഞതേ ഉള്ളൂ. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയത്തില്ല. ഇന്ത്യയുടേതാണ്. കഴിഞ്ഞിടയ്ക്കൊക്കെ ചില ഉപഗ്രഹമൊക്കെ നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ലോകത്ത് കമ്പ്യൂട്ടറിൽ നമ്പർ 1 നമ്മളാണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷെ നമുക്ക് നല്ല രൂപ ഒരു ആപ്പ് പോലും ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയില്ല. പൊട്ടന്മാർ ചൈനക്കാർ നമുക്ക് ടാപ്പ് വെച്ചിട്ട് പോയി. ഇതൊക്കെയാണ് സ്ഥിതി. ടിക്ടോക്ക് ആയിട്ടും സൂമായിട്ടും എല്ലാം അവര് വെച്ച് നമ്മളെ കൊണ്ടൊന്നും നടന്നില്ല. കാരണം നമുക്ക് അസൂയയും മത്സരവുമാണ്. ഇന്ത്യക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യത്തില്ല. അതാണ് ഇന്ത്യക്കാരനെ തകർക്കണമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പിന്നെ നമ്മൾ എങ്ങനെ ഗുണം പിടിക്കും? അപ്പൊ അതുകൊണ്ട് ഏതായാലും എല്ലാവരും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഫിലോസഫിയെ കുറിച്ചാണ്. ക്രിസ്തു എന്നുള്ള ഒരു ചിന്തയാണ്. ക്രിസ്തുവിനെ കൂടാതെ ലോകത്തിലെ ഏറ്റവും ശുദ്ധി ചെയ്ത സ്വർണം പോലും മലം പോലെയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു വാക്ക്, സ്വർണം അവർക്ക് മലം പോലെ തോന്നും. സ്വർണം എപ്പോഴാണ് മലമായി മാറുന്നത്? വിതൗട്ട് ക്രൈസ്റ്റ് ദ പൂറസ്റ്റ് ഗോൾഡ് ഇസ് ജസ്റ്റ് ഡങ്. ബട്ട് വിത്ത് ക്രൈസ്റ്റ് the basest metal is
more precious than the precious metal. അപ്പൊ ക്രിസ്തുവിനോട് കൂടെ ചേർന്നാണെങ്കിൽ തുരുമ്പ് പിടിച്ച ഇരുമ്പ് പോലും വിശിഷ്ട സ്വർണത്തെക്കാൾ അതിവിശിഷ്ടമാകും. കാരണം ആൽക്കമിസ്റ്റിന്റെ സ്വപ്നങ്ങൾ പോലും യാഥാർത്ഥ്യമാക്കി മാറ്റും ക്രിസ്തുവിന്റെ സാമീപ്യം. ആൽക്കമിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഈ രസതന്ത്രത്തിന്റെ കൂട്ടുവിദ്യകൾ കൊണ്ട് ഏതൊരു ലോഹവും സ്വർണമാക്കി മാറ്റാം എന്ന് ഭാവന കണ്ടിരുന്നു. അതിനുവേണ്ടി ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ അല്ലല്ലല്ല ആയുസ് മുഴുവൻ പാഴാക്കി കളഞ്ഞവരുണ്ട്. ആൽക്കമിസ്റ്റുകളാണ് അവർ. ആൽക്കമിസ്റ്റുകളുടെ സ്വപ്നവും ചിന്തയും അതാണ്. ഇരുമ്പിനെ സ്വർണമാക്കി മാറ്റാൻ ഒരു ദിവസം എന്നെ കൊണ്ട് സാധിക്കും, അതിനുള്ള സാങ്കേതിക വിദ്യ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ അവർ രസതന്ത്ര പരീക്ഷണങ്ങൾ നടത്തുകയും യാത്രകൾ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ആൽക്കമിസ്റ്റുകൾ. ഡ്രീം ഓഫ് ആൽക്കമിസ്റ്റിക് ക്യാൻ ഓൾസോ ബി ട്രൂ വിത്ത് ക്രൈസ്റ്റ്. കാരണം ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമ്മുടെ കഷ്ടതകളും സംഗീതമായി മാറും, നമ്മുടെ ബലഹീനത ശക്തിയായി മാറും. വിത്ത് ക്രൈസ്റ്റ് സഫറിംഗ് ഈസ് ജോയ് ആൻഡ് വീക്ക്നെസ് ഈസ് സ്ട്രെങ്ത്. വീക്ക്നെസ് ഈസ് പവർ. പോവർട്ടി ഈസ് റിച്ച്നെസ്. അല്ലെ? ക്രിസ്തുവിനോട് കൂടെ ചേരുമ്പോൾ ദാരിദ്ര്യം. അതാണ് പൗലോസ് ശ്ലീഹ ഞങ്ങൾ ദരിദ്രരായിരുന്നിട്ടും പലരെയും സമ്പന്നന്മാർ ആക്കുന്നവർ. പൗലോസ് ഈ എക്സ്പീരിയൻസ് എല്ലാം പറയുന്നുണ്ട്. ക്രിസ്തുവിനോട് കൂടെയുള്ള പോസിബിലിറ്റീസ്, എൻലെസ് പോസിബിലിറ്റീസ് വിത്ത് ക്രൈസ്റ്റ്. അതാണ് പൗലോസ് 2 കൊരിന്ത്യൻസിൽ പറയുകയാണ്, ഞാൻ വീണ് കിടക്കുന്നു, പക്ഷെ ഞങ്ങൾ നിരാശപ്പെട്ടു പോകുന്നില്ല. നിരാശ പോലും ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ക്രിസ്തുവിനോട് ചേരുന്ന പ്രത്യാശാഭരിതമാക്കും. നിരാശ പോലും അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അതിലൊരു പ്രത്യാശയുണ്ട്. ദാറ്റ്സ് ദ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു നൽകുന്ന സന്ദേശം അതാണ്. ഹോപ്പ്ലെസ് എൻഡ് അല്ല, എൻലെസ് ഹോപ്പ്. ഇന്ന് നമുക്ക് ഈ ലോകത്ത് നൽകുന്ന ഈ മോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ മോഡേൺ ഫിലോസഫി, വെസ്റ്റേൺ മോഡേൺ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ലോകത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? ഡൂംസ്ഡേ ആണ്. ഹോപ്പ്ലെസ് എൻഡ്, ഹോപ്പ്ലെസ് എൻഡ്, ഹോപ്പ്ലെസ് എൻഡ്. പക്ഷേ in actuality with Christ there is endless hope. Hopeless end അല്ല, endless hope ആണുള്ളത്. അപ്പം അവനോട് ചേരുമ്പോൾ അപമാനം തേജസ്സാണ്. അതുകൊണ്ടാണ് മാനാപമാനങ്ങളിലും നീതിയുടെ ആയുധങ്ങൾ ഇടത്തും വലത്തും, മാനാപമാനങ്ങളിലും ദുഷ്കീർത്തി സൽകീർത്തികളിലും പൗലോസ് 2 കൊരിന്ത്യരിലൊക്കെ എഴുതുമ്പം തന്റെ അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേർന്നാൽ ഈ സംഭവങ്ങൾ ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതിനെല്ലാം പരിഹസിച്ച് പല ആളുകളും പല പോസ്റ്റുകളും എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുക. അപ്പം ജീവിതത്തെക്കുറിച്ചുള്ള 3 ദർശനങ്ങൾ, 3 ഫിലോസഫിയാണ് ഈ 3 പുസ്തകത്തിൽ നിങ്ങൾ കാണുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ, സഭാപ്രസംഗിയിൽ, ഉത്തമഗീതത്തിൽ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ജീവിതം പൊള്ളയാണ് അല്ലെങ്കിൽ മായയാണ്. ഇതാണ് ഇയ്യോബിന്റെ സഭാപ്രസംഗിയിൽ നമ്മൾ കാണുന്നത്. ലൈഫ് ഈസ് വാനിറ്റി. മായ മായ സകലത് മായ. അതാണ് സഭാപ്രസംഗിയുടെ വീക്ഷണം, ഫിലോസഫി. ലൈഫ് ഈസ് വാനിറ്റി. ഇയ്യോബിന്റെ വരുമ്പോൾ ലൈഫ് ഈസ് സഫറിങ്, കഷ്ടതയാണ്. ലൈഫ് ഈസ് സഫറിങ്. എന്നാൽ ഉത്തമഗീതത്തിലേക്ക് വരുമ്പം ലൈഫ് ഈസ് ലവ്, സ്നേഹമാണ്. അപ്പം സഭാപ്രസംഗിയിൽ മായയാണ്, ഇയ്യോബിൽ അത് കഷ്ടമാണ്, ഉത്തമഗീതത്തിൽ അത് സ്നേഹമാണ്. അപ്പം 3 കാര്യമാണ്: മായ, കഷ്ടം, സ്നേഹം. ഈ 3 ലോകത്തിലെ സകല ഫിലോസഫിയും ഉൾപ്പെടുന്നു. അത് തെയിസ്റ്റിക് ഫിലോസഫി ആണെങ്കിലും എത്തിസ്റ്റിക് ഫിലോസഫി ആണെങ്കിലും, അത് മോണിസ്റ്റിക് ആണെങ്കിലും പ്ലൂറലിസ്റ്റിക് ആണെങ്കിലും ഈസ്റ്റേൺ ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ്, വാട്ട് കൈൻഡ് ഓഫ് ഫിലോസഫി, ഏത് തരത്തിൽ പെട്ട ഫിലോസഫി ആണെങ്കിലും ആ ഫിലോസഫിയെ നമുക്ക് ഈ 3 കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. 3 ഫിലോസഫിയാണുള്ളത്. അപ്പൊ നമ്മൾ കാണുന്ന എക്ലീസിയാസ്റ്റിസിൽ കാണുന്നത് വാനിറ്റിയാണ്. വാനിറ്റി റെപ്രസെന്റ് ഹെല്ലാണ്, നരകമാണ്. പിന്നെ ഇയ്യോബിൽ കാണുന്നത് സഫറിംഗ് ആണ്. സഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർഗട്ടറി ആണ്, അല്ലെങ്കിൽ ബസ്പുർഖാനയാണ്, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലമാണ്. സോങ് ഓഫ് സോങ്സിൽ കാണുന്നത് ലവ് ആണ്,
എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. നിങ്ങൾ ഈ ഡാന്റെയുടെ ഡിവൈൻ കോമഡി ഒക്കെ വായിച്ചിട്ടില്ലേ? ക്ലാസിക്സ്, ബേസിക് ആയിട്ട് ക്ലാസിക്സുകൾ വായിക്കണം. ഞാൻ ഈ ക്ലാസിക്കുകൾ വായിച്ചത് പണ്ട് ഈ ഡി സി ബുക്സ് കോട്ടയത്ത് കറണ്ട് ബുക്സ്, അവരുടെ ഒരു സീരീസ് ഉണ്ടായിരുന്നു, മഹച്ചരിതമാല എന്ന് പറഞ്ഞാൽ മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം. എല്ലാ മാസവും ഓരോ മഹാനെ പറ്റി ഒരു ചെറിയ പുസ്തകം. പിന്നെ വിശ്വസാഹിത്യമാല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിശ്വസാഹിത്യ ഓരോ വേൾഡ് ക്ലാസിക് ഓരോ മാസം ഓരോ പുസ്തകം ഇറങ്ങും. അന്നത്തെ കാലത്ത് ഇതെല്ലാം പണച്ചെലവുള്ള കാര്യം. അന്നത്തെ കാലത്തൊക്കെ പുസ്തകം മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒന്നും ഭാവനയിൽ പോലും എത്താത്ത കാര്യമാണ്. അന്ന് പക്ഷെ ഞാനിതെല്ലാം വായിച്ചു തന്നെ. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്, മലയാളം പഠിപ്പിച്ച് സ്കൂളിൽ. അദ്ദേഹത്തിന്റെ പേര് KN ശ്രീധര മേനോൻ എന്നൊരു അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ മകനും ഞാനും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിൽ. ഞാൻ ഈ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നൊക്കെ അവിടെ ചെല്ലുമ്പം ഈ സാർ ഇതെല്ലാം മേടിക്കും. ഇതിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് സാറിന്. അപ്പം ഞാനിതൊക്കെ വായിക്കാൻ മേടിക്കും. അപ്പൊ ആദ്യമൊക്കെ എന്നോട് എടുത്തോളാനൊക്കെ പറയും. അത് സാർ എനിക്ക് ഇതൊക്കെ നീ കൊണ്ട് വായിക്കാനൊക്കെ പറയും. ഞാൻ വായിച്ചിട്ട് കൃത്യം പിറ്റേ ദിവസം കൊണ്ട് കൊടുക്കും. ഈ പുസ്തകത്തിന് സാറ് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല പുതിയ അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് സാർ എനിക്ക് പുസ്തകങ്ങൾ തരുമായിരുന്നു. പിന്നെ സാറിനോട് ഇതൊക്കെ സംസാരിക്കും. ചുരുക്കി പറഞ്ഞ ഇപ്പൊ സാറിന്റെ മകൻ, എൻ്റെ കൂടെ പഠിച്ച ശ്രീനി എന്നാണ് അവന്റെ പേര്, ശ്രീനി. ഇപ്പോൾ അദ്ദേഹം അത് ജപ്പാനിലേതോ IT കമ്പനിയുടെ CEO ഒക്കെ ആയിട്ടിരിക്കുക. ജപ്പാനിൽ ഏത് സിറ്റി ആണെന്ന് എനിക്കറിയില്ല, ജപ്പാനിൽ. അപ്പോൾ അതിന്റെ രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞപ്പോൾ ഞാനും സാറുമാണ് ഫ്രണ്ട്സ്. ശ്രീനി ഔട്ടായി. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം സാർ എന്നെ വിളിച്ചത് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വർത്താനം പറയും. കാരണം ഈ വായിച്ച കാര്യം. അപ്പൊ അന്ന് ഈ നാട്ടിലൊന്നും ഈ സാറ് വായിക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ ആളില്ല. അപ്പം നമുക്ക് വായനയുടെ ഒരു വിശാല ലോകം, ചിന്താലോകം ഇതെല്ലാം തുറന്നു തരികയാണ്. ഇപ്പൊ സാറ് അന്ന് പിന്നെ കോട്ടയത്ത് പോയി ഈ സാഹിത്യ ചർച്ച, അതുപോലെ ഈ ഇതുണ്ട്, എന്താ പറയുന്നത്, അക്ഷര ശ്ലോക സദസ്സ്, പിന്നെ അതുപോലെ തന്നെ ഈ കഥകളി ആസ്വാദന സദസ്സ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെല്ലാം സാറ് പോവും, ചർച്ചകൾക്ക് പോവും. അപ്പൊ ഈ തിരിച്ചു വരുമ്പോൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, പല കാര്യങ്ങളും. അങ്ങനെ ഈ വായനയുടെ ഒരു ലോകം. അതുപോലെ എന്നെ പഠിപ്പിച്ച വേറൊരു സാറാണ് ഈ അന്നൊക്കെ നോവലും സിനിമയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹം. എന്നെ ഹിന്ദി പഠിപ്പിച്ചാണ്. അതുപോലെ ചില സിനിമയ്ക്കൊക്കെ പേരിടാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പം എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാനിട്ട പേരിലൊക്കെ ചില സിനിമയൊക്കെ ഉണ്ട്. ഈ സാറ് കഥ എഴുതി കഴിയുമ്പം സാറിനെ വിളിച്ച കഥ തന്നിട്ട്, ഈ പേപ്പറിൽ എഴുതിയ കഥ തന്നിട്ട്, നീ ഇത് വായിക്കണം, എന്നിട്ട് നീ ഒരു പേര് തരണമെന്ന് പറഞ്ഞു. ഞാനൊരു കഥ സിനിമയ്ക്ക് പേരിട്ടു. ഒരു വലിയ ഫേമസ് സിനിമയായി. അപ്പൊ അങ്ങനെ ഒക്കെ പല സംഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ട് എനിക്ക് ബുക്ക് കിട്ടാൻ യാതൊരു തടസ്സവും ഇല്ല. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാല് സാറും ഞാനുമായിരുന്നു പിന്നെ ഫ്രണ്ട്സ്. അപ്പൊ ഇവരിങ്ങനെ അന്തിച്ച് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പോടാതെ. ഞാനും സാറോട് വലിയ സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞ് ഈ സാർ അതുപോലെ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, വളരെ ജ്ഞാനമുള്ള ആളുകളെ കോട്ടയം ടൗണിലൊക്കെ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ അവരുമായിട്ടൊക്കെ പോയിരുന്നു വർത്താനം പറയുകയും. നിങ്ങൾ ചിന്തിക്കണം, ഞാനന്നേരം ഒരു സ്കൂൾ ബോയ് ആണെന്ന് ഓർക്കും. അപ്പൊ അങ്ങനെ എനിക്ക് ഇവരുമായിട്ടൊക്കെ വളരെ പരിചയം വന്നുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ, അവരിൽ നിന്നുള്ള അറിവുകൾ കിട്ടാൻ ഒക്കെ എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിലെല്ലാം തന്നെ ഞാൻ വളരെ വൃദ്ധരായ ആളുകളുമായിട്ടായിരുന്നു കൂട്ടുകെട്ടൊക്കെ. കാരണം അവരുടെ അങ്ങനെയായിരുന്നു പല സാഹചര്യങ്ങളിലായിരുന്നു. അതുകൊണ്ട് ഇത്തരം വായനകളെ, അറിവുകളൊക്കെ അതുകൊണ്ട് വേൾഡ് ക്ലാസിക്സ് ഒക്കെ ഞാൻ വായിച്ചങ്ങനെ. അപ്പൊ ഈ വിശ്വസാഹിത്യമാല എന്ന് പറഞ്ഞാല് ഈ ഓരോരോ പിന്നെ ഹോമറെ, ഇലിയഡ്, പിന്നെ ഇതിങ്ങനെയുള്ള ഇതെല്ലാം ഇതിന്റെ ഒരു പ്രിസൈസ് വേർഷനാണ്, അല്ലാതെ ഒറിജിനൽ അല്ല. മലയാളത്തിലാണ് അത് ചുരുക്കി എഴുതുന്നത്. അപ്പൊ അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹമാണ് ഇതിന്റെ ഒറിജിനൽ വായിക്കണം. കാരണം ഇതെല്ലാം നമ്മൾ ചെറിയ വേർഷനല്ലേ വായിച്ചിരിക്കുന്നത്. പിന്നീട് കുറെ മുതിർന്നപ്പോൾ ഞാൻ അതിന്റെ എല്ലാം ഒറിജിനൽ തപ്പി ലൈബ്രറികളിൽ പോയി. കോട്ടയം ലൈബ്രറിയിൽ നിന്ന് കുറെ ബുക്കൊക്കെ കിട്ടിയത്, അധികമൊന്നുമില്ല. ചിലതിന് പേജ് കാണത്തില്ല, ചിലത് തെറി കാണും. അങ്ങനെയൊക്കെ ആയിരുന്നു കോട്ടയം ലൈബ്രറി. എന്നാൽ കോട്ടയം ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചു തീർത്തു. അവസാനം കോട്ടയം ലൈബ്രറിയിൽ നിന്ന് കനകം എന്നെ ഓടിച്ചു. കനകം ഇനി ഇവിടെ പുസ്തകമൊന്നും ഇല്ല. കാരണം ഞാൻ വായിച്ച പുസ്തകം എല്ലാം നോക്കി അവരോട് എന്നെ ഷൗട്ട് ചെയ്യും. അത് ആത്മാർത്ഥമായിട്ടായിരിക്കും കേട്ടോ, അവിടെ വേറെ പുസ്തകമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു
ഇതൊക്കെ സംഘടിപ്പിച്ചു, ഒരു സീസൺ ടിക്കറ്റ് ഒക്കെ സംഘടിപ്പിച്ച് തിരുവനന്തപുരത്ത് ലൈബ്രറി പോയൊക്കെ വായിക്കുകയാണ്. അങ്ങനെ കാരണം പുസ്തകം മേടിക്കാനൊന്നും പൈസ ഇല്ല, മേടിക്കാൻ ചോദിച്ചാൽ അന്ന് അവൈലബിൾ അല്ല, കിട്ടുക പൈസയിൽ ഒന്നാമത്, പിന്നെ അവൈലബിലിറ്റി ഇല്ല, പിന്നെ ഇന്റർനെറ്റിൽ ഇന്നത്തെ ആളുകളൊക്കെ എത്ര, കുട്ടികളൊക്കെ എത്ര ഭാഗ്യവാന്മാർ, അവർക്ക് എന്തും വിരൽത്തുമ്പി കിട്ടും, എത്ര പുസ്തകങ്ങൾ കിട്ടും. ഞാൻ അന്തിച്ചു പോവാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പുസ്തകങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പം കണ്ണിന് ക്ഷീണവും ഒക്കെ ആയി, വായിക്കാൻ ബുദ്ധിമുട്ടായി, അങ്ങനെയായി. ഞാൻ ഒരിക്കല് ഈ ബാംഗ്ലൂർ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. ആളൊരു മുസ്ലിമാണ്, ഒരു ഭിക്ഷക്കാരനായിരുന്നു, കോഴിക്കോട് ഒരു തെണ്ടക്കാരനായിരുന്നു. ഇയാളെ പരിചയപ്പെട്ടു. ഞാൻ ആരെ പരിചയപ്പെട്ട ആളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വെറുതെ. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അത്ര വലിയ കഠിന ഹൃദയമൊന്നുമില്ല. ഞാൻ ആളുകളോട് വർത്താനമൊക്കെ പറയും. ആളുകളൊക്കെ പെട്ടെന്ന് സോപ്പിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇവരെന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു വരും. ഇയാളെ ഒരു തറമക്കാരനായിരുന്നു. അവസാനം അയാള് ബിസിനസ് ചെയ്ത് പലതരം കച്ചവടങ്ങൾ ചെയ്ത് ഇന്ന് അയാൾക്ക് കോടിക്കണക്കിന് വരും. പക്ഷെ അയാൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞെന്ന് പറഞ്ഞാൽ ലിറ്ററലി. എനിക്കൊരു സ്വഭാവമുണ്ട്, ആരെങ്കിലും കരയുന്നുണ്ട് ഞാനും കൂടെ കരയും. അയാൾ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊന്നും കഴിക്കാൻ, ഭയങ്കര ഷുഗറാണ്, നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പൈസ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും കഴിക്കാം. അയാൾ കരയാണ്, അയാളുടെ 2 കണ്ണിൽ കൂടെ. ഞാൻ പ്രയാസപ്പെട്ട അയാളെ ആശ്വസിപ്പിച്ചു. ജീവിതത്തിന്റെ ആ ഒരു ഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ലൈഫ് പ്രിൻസിപ്പിൾ അല്ലെ ഫിലോസഫി, ഈ ഫിലോസഫി എല്ലാം അപ്പൊ ഒന്ന് വാനിറ്റിയാണ്. ഈ എക്ലീഷ്യാസ്റ്റിസിൽ അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഡാൻഡയുടെ ഡിവൈൻ കോമഡി നിങ്ങളെല്ലാം വായിക്കണം കേട്ടോ. ക്ലാസിക്കുകള് കണ്ണിന് ആയാസം കുറവുള്ളവരെല്ലാം വായിക്കണം, പ്രത്യേകിച്ച് ക്ലാസിക്കുകൾ വായിക്കണം. നിങ്ങൾ ഈ സീരിയലൊന്നും കണ്ട് സമയം കളയും, ഒരു വേസ്റ്റ് ആണ് അതൊക്കെ. ക്ലാസിക്കുകൾ, വേൾഡ് ക്ലാസിക് ഏതൊക്കെയാണെന്ന് നോക്കണം. അറ്റ്ലീസ്റ്റ് 100 പുസ്തകം വായിക്കണം, 100 ക്ലാസിക്കുകൾ വായിക്കണം. എന്റെ അഭിപ്രായത്തിൽ അല്ല, പിന്നെ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യത്തിൽ പോയി ആട്ടെ. ഇപ്പൊ ചില ആള് പണ്ട് എന്നോടൊരാള് ഈ പറഞ്ഞ അരിസ്റ്റോക്രാറ്റിക് എന്ന് പറഞ്ഞൊരു അങ്ങനെ കണ്ടൊരു മദ്യമുണ്ട്, പേര് കൃത്യം ഓർക്കുന്നു. ഇത് കുടിച്ചില്ല പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ പറഞ്ഞു. കാരണം പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ ഒരു ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്. എന്നെ സംബന്ധിച്ചതാണ് ക്ലാസിക്കൽ വായിച്ചില്ലെങ്കിൽ പിന്നെ ലൈഫ് മീനിങ്ലെസ് ആണ്. അപ്പൊ ശലോമൻ ലൈഫിന്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് സഭാപ്രസംഗി നോക്കുമ്പോൾ അറിയാം. ഞാൻ വേറൊരു ദിവസം സഭാപ്രസംഗി വിശദമായിട്ട് സംസാരിക്കാം. ഇന്ന് ഞാൻ അതിന്റെ ഒരു എന്താണ് ടോട്ടൽ ഇത് 3 കമ്പയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഡിവൈൻ കോമഡി ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഹെല്ല്, വാനിറ്റി. ഹെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? സഫറിങ് അല്ല. നമ്മുടെ കൺവെൻഷണൽ തിയോളജി അല്ലെ തിങ്കിങ്ങിലാണ് ഹെല്ല് സഫറിങ് ആണ്. ഈ നരകം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കഷ്ടതയല്ല, നരകം ശൂന്യതയാണ്, പൊള്ളത്തരമാണ്, ദൈവമില്ലാത്ത അവസ്ഥയാണ് നരകം. ആബ്സെൻസ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ഹെൽ. എക്ലീഷ്യാസ്റ്റിസിലാണ് ഹെല്ല് കാണുന്നത്, ഇയോബിലല്ല. ഇയോബിൽ ആ നരകം ഒത്തിരി നോ. ഇയോബിലല്ല നരകം. ഇയോബിൽ ദേഹം മുഴുവൻ വ്രണങ്ങളാണ്, ഭയങ്കര വേദനയാണ്. ഭാര്യ പോലും പറയാ പോയി ചാകടാ എന്ന് പറഞ്ഞു, അപമാനമാണ്. മക്കൾ മരിച്ചു, ദുഃഖമാണ്. സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, കഷ്ടമാണ്. ഇപ്പൊ കഷ്ടം, ദുഃഖം, അപമാനം, വേദന, പരിഹാസം, നിന്ന എല്ലാം സഫറിങ് ആണ്. സഫറിങ്ങിന്റെ അൾട്ടിമേറ്റ് സീനാണ് നമ്മൾ ജോബിൽ കാണുന്നത്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഹെൽ, ദാറ്റ് ഈസ് പർഗട്ടറി. അത് ശുദ്ധീകരണമാണ്, ബസ്പുർഖാനയാണ്. ഹെല്ലെന്ന് പറഞ്ഞാൽ എവിടെയാ? ഹെല്ല് എക്ലീഷ്യാസ്റ്റിസിലാണ് കാണുന്നത്. ശാപ്പാട്, വീഞ്ഞ്, പെണ്ണുങ്ങൾ 1000, പക്ഷെ നോ മീനിങ്, മീനിങ്ലെസ്, cannot find any meaning. That is hell. അപ്പൊ അവിടെ ഹെല്ല്, സഭാപ്രസംഗി ഹെല്ല്, യോബിൽ ബസ്പുർഖാന അല്ലെ പർഗട്ടറിയാണ്. സോങ് ഓഫ് സോങ്സ്, ദാറ്റ്സ് ഹെവൻ. അതാണ് സ്വർഗം. ലവ്, ഗോഡ് ഈസ് ലവ്, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ഹെവൻ. ആബ്സെൻസ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ഹെൽ. അപ്പൊ ആബ്സെൻസ് ഓഫ് ദൈവത്തിന്റെ അഭാവമാണ് നരകം. അത് നമ്മൾ കാണുന്നത് സഭാപ്രസംഗിയിലാണ്. ശുദ്ധീകരണമാണ് ഇയ്യോബിൽ. നമുക്ക് ഇത് മൂന്നൂടെ കണക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? സഭാപ്രസംഗി വായിക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം വായിച്ചിട്ട് അതിന്റെ അവസാനം വരുമ്പോൾ 2 വാക്ക് എഴുതിയിട്ടുണ്ട്.
സഭാപ്രസംഗയുടെ പുസ്തകം. അത് നമ്മളെ യോബിന്റെ പുസ്തകത്തിലോട്ട് കണക്ട് ചെയ്യും. യോബിന്റെ പുസ്തകത്തിലോട്ട് എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 13-14 വാക്യങ്ങളാണ്. 12, 13, 14. 12-ാം അധ്യായം 13, 14 വാക്യം. അപ്പൊ ആ 2 വാക്യങ്ങൾ നേരെ നമ്മളെ കൊണ്ടുപോകുന്ന യോബിന്റെ പുസ്തകത്തിലേക്കാണ്. യോബിന്റെ പുസ്തകത്തിൽ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ് വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദീസ് 2 വേഴ്സസ് ആണ്. ഈ 2 വേഴ്സസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എക്സാക്ട്ലി യോബിന്റെ പുസ്തകത്തിൽ സംഭവിക്കുന്നത്. ഇവൻ സകലത്തിന്റെ ഈ സാരം കേട്ട് ദൈവത്തെ ഭയപ്പെട്ട് യോബ് എന്ന മനുഷ്യൻ ശരീരത്തിൽ വ്രണങ്ങളുമായി കാത്തിരിക്കുകയാണ്. സഫറിങ്. അവിടെ നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ കണക്ട് ചെയ്യുന്നു. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ നേരെ കണക്ട് ആകുന്നത് ഉത്തമഗീതത്തിലേക്കാണ്. അവസാനം യോബിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുക. യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ സകല സംശയങ്ങൾക്കും സകല ഉത്കണ്ഠകൾക്കും പരിഹാരം വരുത്തി അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. ദൈവം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്വർഗമാണ്, ലവ് ആണ്, സെലിബ്രേഷൻ ഓഫ് ലവ്, ഫെലോഷിപ്പ് ആണ്. അവിടെ ഉത്തമഗീതമാണ്. ഇങ്ങനെയാണ് ഈ 3 പുസ്തകം കണക്ട് ആക്കപ്പെടുന്നത്. അപ്പൊ ഈ 3 പുസ്തകത്തെ ഫിലോസഫിക്കലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ലൈഫ് ഈസ് വെയിൻ, ലൈഫ് ഈസ് വാനിറ്റി, ആൻഡ് ലൈഫ് ഈസ് സഫറിങ്, ആൻഡ് ലൈഫ് ഈസ് ലവ്. തിയോളജിക്കലായിട്ട് ഇത് 3 കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഫെയ്ത്ത്, ഹോപ്പ്, ലവ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വിശ്വാസം, യോബിന്റെ പുസ്തകത്തിൽ പ്രത്യാശ, ഉത്തമഗീതത്തിൽ സ്നേഹം കണക്ട് ചെയ്യപ്പെടുക. ഫെയ്ത്ത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അവിടെയാണ് ഫെയ്ത്ത് ആവശ്യമായിരിക്കുന്നത്. കാരണം ഏതാ? ഇന്റലക്ച്വൽ ദൈക്ഷണിക ബോധ്യം ദൈവത്തെക്കുറിച്ച് ആർക്കുണ്ട്? ശലോമോനുണ്ട്. ഈ സഭാപ്രസംഗം എഴുതുന്ന സമയത്ത് ഞാൻ പിന്നെ പറഞ്ഞു, പക്ഷെ അദ്ദേഹം നരകത്തിലാണ്. ദ എസൻസ് ഓഫ് ഹെൽ ഈസ് നോട്ട് സഫറിങ് ബട്ട് ഇറ്റ് ഈസ് വാനിറ്റി. ഈ ശൂന്യതയാണ്, ഈ പൊള്ളത്തരമാണ്, ഈ മായയാണ്. വേദനയല്ല നരകം എന്ന് പറഞ്ഞാൽ, പർപ്പസ്ലെസ്നെസ് ആണ്. എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാഴികയാണ്. ജീവിക്കുന്നതിന് ലക്ഷ്യമില്ല, അർത്ഥമില്ല. എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയത്തില്ല. നോ മീനിങ്. പക്ഷെ നമ്മൾ ചിന്തിച്ചാല് യോബിനെ നോക്കിക്കഴിഞ്ഞാൽ താൻ എന്തിനാണോ ഇനി ജീവിച്ചിരിക്കുന്നത് എന്ന് ഭാര്യ പറയുകയാണ്. താൻ എന്തിനാണോ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തൂടെ. കാരണം എക്സ്പെക്ട് ചെയ്യാൻ ഒന്നുമില്ല മുമ്പിൽ, ഡെത്ത് അല്ലാതെ. നത്തിങ് ബെറ്റർ ദാൻ ഡെത്ത്. മരണത്തെക്കാൾ ഭേദമായിട്ടൊന്നുമില്ല അവിടെ. ഭാര്യ വരെ പറഞ്ഞു നിനക്ക് ചാകാമല്ല, വേറെ എന്തിനായിരിക്കും. പക്ഷേ അവിടെയാണ് നമ്മൾ ഹോപ്പ് കാണുന്നത്, പ്രത്യാശ, ഹോപ്പ്. കരച്ചിൽ വന്ന് കൂടുകൂട്ടിയ ഒരു സന്ധ്യയാണ് യോബിന്റെ പുസ്തകത്തിൽ. ആനന്ദഘോഷത്തിന്റെ ഒരു പ്രഭാതം, ഒരു പുലരിയാണ് ഉത്തമഗീതത്തിൽ കാണുന്നത്. ഇതാണ് നമ്മൾ ഈ 3 പുസ്തകം കൂടെ ചേർത്ത് നിങ്ങൾ അങ്ങനെ പഠിക്കണം. സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് രാപാർ. പക്ഷെ ആ രാത്രി, that may be a starless night, but it is a night of hope. പുലരിക്ക് വേണ്ടി കാത്തിരിക്കും. ഉഷസ്സിന് വേണ്ടി കാത്തിരിക്കുന്നവരെക്കാൾ അധികം ദൈവമേ ഞാൻ നിനക്കായി കാത്തിരിക്കും. അതാണ് ഹോപ്പ്. യോബിന്റെ പുസ്തകത്തിൽ കാണുകയാണ് ഹോപ്പ്. ഇപ്പൊ യോബിന്റെ പുസ്തകത്തിൽ പ്രീ ക്രിസ്ത്യൻ ഹോപ്പ് ആൻഡ് ഹീറോയിസം ആണ് നമ്മൾ കാണുന്നത്. അതായത് ക്രിസ്തീയ യുഗത്തിന് മുമ്പുള്ള, ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പുള്ള ആളുകളുടെ ആ ഹോപ്പും ആ നായക പരിവേഷവും ആ ഹീറോയിസോ, കട്ട ഹീറോയിസോ എന്നൊക്കെ നമ്മൾ പറയാം. അതാണ് യോബ് കാത്തിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തിൽ ആശ വെച്ച് പ്രത്യാശയോടെ നിരാശപ്പെടാതെ കാത്തിരിക്കുക. ഉത്തമഗീതത്തിൽ നമ്മൾ കാണുന്നത് ഹാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിത്വത്തിന്റെ ഹൃദയമാണ് ഉത്തമഗീതം.
നിങ്ങൾക്കറിയാം, ആദിമ സഭയിലെ പിതാക്കന്മാർ ഏറ്റവും കൂടുതൽ വായിച്ചതും ധ്യാനിച്ചതും ആമോദിച്ചതും പകർത്തി എഴുതിയതും വ്യാഖ്യാനം എഴുതിയതും ഉത്തമഗീതം എന്ന പുസ്തകത്തിനാണ്. ആദിമ ക്രിസ്ത്യാനികളുടെ വായനയുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഉത്തമഗീതം. They delight in that book. അപ്പൊ ഉത്തമഗീതം ക്രിസ്ത്യാനിത്വമാണ്. പക്ഷെ എക്ലീസിയാസ്റ്റസ് എന്ന ബുക്ക് അല്ലെങ്കിൽ സഭാപ്രസംഗി എന്ന പുസ്തകം പോസ്റ്റ് ക്രിസ്ത്യൻ ഹോളോനെസ് ആണ്. ഇന്നത്തെ ഈ ആധുനിക കാലത്തെ എന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹം എന്ന് അവകാശപ്പെടുന്ന ഈ ആധുനികതയുടെ മുഖംമൂടിയും പൊള്ളത്തരവും ലക്ഷ്യബോധമില്ലാഴികയും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് എക്ലീസിയാസ്റ്റസ്. ഏതൊരു മനുഷ്യനും ഭയപ്പെടുന്ന പുസ്തകമാണ് സഭാപ്രസംഗി. വെളിപ്പാട് പുസ്തകമൊന്നുമല്ല, ബൈബിളിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന പുസ്തകം സഭാപ്രസംഗിയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും പേടിപ്പിക്കണമെങ്കിൽ സഭാപ്രസംഗി വായിക്കാൻ കൊടുക്കാം. അല്ലെ വെളിപ്പാട് പുസ്തകം മുദ്ര പൊട്ടിച്ചു, കടവാവിൽ പോയി, കുതിര പോയി, കഴുത പോയി, അതിൽ ഇടിമിന്നി, ഭൂമി വളർന്നു, അതൊന്നുമല്ല. അതൊക്കെ വായിച്ച് പേടിക്കുന്നവർ കാണും. പക്ഷേ ബൈബിളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് സഭാപ്രസംഗിയിലാണ്. സഭാപ്രസംഗി ഇറ്റ് ഈസ് ബ്രൂട്ടലി ഹോണസ്റ്റ്. മാരകമായി സത്യസന്ധമാണ് ഈ സഭാപ്രസംഗി. കാരണം ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഹോണസ്റ്റായിട്ട് പറയുകയാണ് എല്ലാ കാര്യങ്ങളും. അതുപോലൊരു പുസ്തകം ലോകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് മഹാന്മാരായ ആളുകൾ പറഞ്ഞിരിക്കുന്നത്. വളരെ മഹാന്മാരായ ആളുകൾ. അമേരിക്കയിലെ ഒരു നോവലിസ്റ്റ് ഉണ്ട്, തോമസ് വോൾഫ്. തോമസ് വോൾഫിന്റെ ഒരു പ്രസിദ്ധമായ നോവലുണ്ട്, യു ക്യാൻ ഗോ ഹോം അഗെയിൻ. ആ നോവലിൽ അദ്ദേഹം സഭാപ്രസംഗി എന്ന പുസ്തകത്തെ പറ്റി പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. Of all that I have ever seen or learned, that book seems to me the noblest, the wisest, and the most powerful expression of man's life upon this earth, and also the highest flower of poetry, eloquence, and truth. I am not given to dogmatic judgments in the matter of literary creation, but if I had to make one, I could only say that Ecclesiastes is the greatest single piece of writing I have ever known, and the wisdom expressed in it the most lasting and profound. എക്ലീസിയാസ്റ്റിക്, സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ ഞാൻ കാണുന്ന ആ ജ്ഞാനം, ആ മഹത്വം, അത് നിലനിൽക്കുന്നതാണ്, മറ്റെങ്ങും കാണാത്തതാണ്, സകലത്തെയും അതിശയിപ്പിക്കുന്നതാണെന്നാണ് തോമസ് വോൾഫ് എഴുതിയിരിക്കുന്നത്. സഭാപ്രസംഗി എന്ന പുസ്തകം വായിച്ച് വിസ്മയിച്ച ധാരാളം ഫിലോസഫേഴ്സ് ഉണ്ട്. ധാരാളം പേരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പരതിയാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ എന്തിനാ, നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു സത്യസന്ധനായ വായനക്കാരനെ ഭയചകിതനാക്കാൻ പറ്റിയ എല്ലാ ചേരുവകളും ആ പുസ്തകത്തിലുണ്ട്. കാരണം അത് ഹോളോനെസ് ഓഫ് യുവർ ലൈഫാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യത, നിങ്ങളുടെ ജീവിതത്തിന്റെ പൊള്ളത്തരം, നിങ്ങളുടെ ധാർമ്മികതയുടെ പരാജയം, എല്ലാം, നിങ്ങളുടെ ആത്മീയതയുടെ മൂല്യശോഷണം, ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നു. ഒരു എക്സ്റേ എടുക്കുന്ന എല്ലാവർക്കും പേടിയാണ്, ഫോട്ടോ എടുക്കുന്ന താല്പര്യം. എത്ര വലിയ കിടുക്കാച്ചി, പിന്നെ കിങ് ജോങ് ഉന്നാണ് ചത്തുപോ എന്നൊക്കെ പറയുന്നത് കേട്ടോ, അറിയത്തില്ല. അപ്പൊ കിങ് ജോങ് ഉന്നാണെങ്കിൽ പോലും എക്സ്റേ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കിടുക്കാൻ വരും. ഇല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമാണോ എക്സ്റേ എടുക്കാൻ? എന്റെ എക്സ്റേ എടുക്കാൻ പോവാണല്ലോ ഞാൻ. പക്ഷെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുക, ഒരു സെൽഫി എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അന്നേരം നമ്മൾ ഇല്ലാത്തൊരു ഇളിയൊക്കെ മുഖത്ത് വരച്ച് ഇങ്ങനെ കിറി കൂട്ടി വലിയ സന്തോഷം എല്ലാവർക്കും. അപ്പൊ ഫോട്ടോ എടുക്കാൻ നമുക്ക്, പക്ഷേ സഭാപ്രസംഗിയുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ എക്സ്റേ പിടിക്കും. എക്സ്റേ എടുക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ എല്ലാ പൊള്ളത്തരവും നമുക്ക് അവിടെ കാണാൻ പറ്റും. ശലോമോൻ പറയുകയാണ്, ഓഹ് എന്തോ ബുക്കാണ്. നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞാൽ ഉടനെ ഇരുന്ന് വായിക്കണം, സഭാപ്രസംഗിയുടെ പുസ്തകം എടുത്ത് വായിക്കണം. അപ്പൊ പൂർണ്ണമായും ആ പിന്നെ മായയെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ടോയിൽ, TOIL. ടെയിൽ അല്ല കേട്ടോ, ടെയിൽ എന്ന് പറഞ്ഞാൽ TAI അല്ല, ടോയിൽ. ടോയിൽ എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, പരിശ്രമിക്കുക, അധ്വാനിക്കുക. ദേ ടോയിൽഡ് ഇൻ ദ നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക്
ഈ പരിശ്രമം, ഈ അധ്വാനം, ഈ ടോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം ഒരു സമൃദ്ധ ലോകത്ത് ഒരു ഋജുമാർഗത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. അതായത് വളഞ്ഞിരിക്കുന്ന ലോകത്ത് അല്ലെങ്കിൽ ഉരുണ്ടിരിക്കുന്ന ലോകത്ത് നേരെയുള്ള ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, അധ്വാനിക്കുകയാണ്. അല്ലെങ്കിൽ ദ്വാരമുള്ള ഒരു ചിരട്ട കൊണ്ട് അല്ലെങ്കിൽ ദ്വാരമുള്ള ഒരു തൊട്ടി കൊണ്ട് കിണറ്റിലെ വെള്ളം കോരി പറ്റിക്കാൻ പറയാം. ഇപ്പൊ നമുക്ക് ദ്വാരം, ഇപ്പോഴത്തെ കാലത്ത് ആർക്കും തൊട്ടിയും കിണറും ഒന്നും അറിയത്തില്ല, എല്ലാം വെള്ളം വരുന്നത് പൈപ്പിൽ കൂടിയാണ്. അപ്പൊ വെള്ളം കോരുമ്പോൾ ദ്വാരമുള്ള തൊട്ടി കൊണ്ട് കോരി കിണർ പറ്റിക്കണം. ഭയങ്കര കട്ടപ്പണിയാണ്. അപ്പൊ അങ്ങനെ പരിശ്രമിക്കുന്നതാണ് ടോയിൽ എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശലോമോൻ ഇത് തുടങ്ങുമ്പോൾ പറയണേ, എല്ലാ ടോയിൽസും എന്ന് പറഞ്ഞാൽ എല്ലാത്തരം മനുഷ്യന്റെ അധ്വാനങ്ങളും മായയാണ്. അത് ഒരു അർത്ഥവും കൊണ്ടുവരുന്നില്ല. അവസാനമില്ലാത്തതിൽ അവസാനം കണ്ടെത്താൻ ശ്രമിക്കുക. അതൊരു ഫലശൂന്യമായ പ്രവൃത്തിയാണ്, ഫലം കണ്ടെത്താത്ത ഒരു അധ്വാനമാണ്. അപ്പൊ സൂര്യന് കീഴിലുള്ള, ഇപ്പൊ ഞാൻ ആ ബുക്ക് തുറക്കാം. സഭാപ്രസംഗി 12 നിൽക്കുന്നത്, പുറകോട്ടൊന്ന് പോകണം. അപ്പൊ യെരുശലേമിലെ രാജാവായ ദാവീദിന്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന പ്രയത്നം എന്ന വാക്ക്, പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യൻ എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഫിലോസഫിക്കൽ തോട്ട്. ഇതൊക്കെ എന്തിനാ പുറത്ത് ഇതൊക്കെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതവിടെ ഉണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വളർക്കാം. അപ്പം അതാണ് ഒരു പ്രധാന ചിന്ത. ഈ സൃഷ്ടി അവിടെ നിൽക്കുന്നു. സൂര്യന് കീഴിലുള്ള സകലതും മായയാണ്, എല്ലാ അധ്വാനവും മായയാണ്, ജീവിതം അന്തസാര ശൂന്യമാണ്, മീനിങ്ലെസ് ആണ്, അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ഈ ലോകത്ത് മനുഷ്യന്റെ പ്രയത്നം 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ശലോമോൻ പറയുന്നു, ഞാൻ പറയുന്നല്ല കേട്ടോ, ശലോമോൻ പറയാണ് 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ജ്ഞാനം. നമുക്കിപ്പോ അറിയാം, പിള്ളേരെ സ്കൂളിൽ വിടുന്നു, രാവിലെ എഴുന്നേപ്പിക്കുന്നു, എടാ എഴുന്നേക്കടാ, വിടിയടാ, എടാ സൂസമ്മയെ കൊച്ചുമോളെ എല്ലാം തല്ലി എഴുന്നേപ്പിച്ച് അവിടെ വിടുന്നു, ഇവിടെ വിടുന്നു, തൃശ്ശൂർ വിടുന്നു, പാലായിൽ വിടുന്നു, എൻട്രൻസ് കോച്ചിങ്ങിന് അയാണ്ട് തോമസ് സാറോ ചെറിയാൻ സാറോ ഒക്കെ ഉണ്ട്, അങ്ങോട്ട് വിടുന്നു, ട്രെയിനെ കയറ്റി വിടുന്നു, ഇല്ലാത്ത പൂലൊന്നുമില്ല, ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, പിന്നെ ട്യൂഷന് വിടുന്നു. പിന്നെ നേരത്തെ കല്യാണം കഴിഞ്ഞാൽ നേരെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് നേരെ സ്കൂളിൽ പോയി LKG സീറ്റ് ബുക്ക് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് കല്യാണം കഴിച്ചതേ ഉള്ളൂ, കൊച്ചുണ്ടായി വരുമ്പോഴേക്ക് സീറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്യണം. നവദമ്പതികളാണ് LKGക്ക് സീറ്റ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിലൊക്കെ വിദ്യാഭ്യാസം, ജ്ഞാനം, വിസ്ഡം. ലോകത്തിലെ അധ്വാനത്തിന്റെ നല്ലൊരു പങ്ക് വിസ്ഡത്തിന് വേണ്ടിയാണ്, വിസ്ഡം നേടാൻ വേണ്ടി. 2 പ്ലഷറാണ്, സന്തോഷത്തിന് വേണ്ടി. പ്ലഷർ എന്ന് പറഞ്ഞാൽ പല കാര്യമുണ്ട്, പലരും പലയിടത്താണ് പോകുന്നത്. ചിലർ ഊട്ടിക്ക് പോകുന്നു, ചിലർ കൊടൈക്കനാലിന് പോകുന്നു, ചിലർ സിനിമയ്ക്ക് പോകുന്നു, ചിലർ ബീച്ചിൽ പോകുന്നു, ചിലർ മക്കാവു ദ്വീപിൽ പോകുന്നു, രാഷ്ട്രീയക്കാരുടെ മക്കളൊക്കെ അങ്ങനെ പലരും പോകുന്നു. പിന്നെ ഉള്ളത് വെൽത്ത് ആൻഡ് പവറാണ്, സമ്പത്തും അധികാരവും. അപ്പൊ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ പോകുന്നു, രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു, അത് നടത്തുന്നു, ഇത് നടത്തുന്നു, ക്യാമ്പയിനിങ് നടത്തുന്നു, ഒരുപാട് കാര്യങ്ങൾ. പിന്നെയുള്ളത് മനുഷ്യന്റെ പ്രവർത്തനമാണ് ഡ്യൂട്ടി, സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസാണ്. 5ാമത്തതാണ് ഭക്തിയും മതവും, പീറ്റി ആൻഡ് റിലീജിയൻ. 5 കാര്യങ്ങളാണ് മനുഷ്യന്റെ പ്രയത്നം. 5 ക്ലാസിഫിക്കേഷനാണ്, 5 കാര്യങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത് ജ്ഞാനം, അറിവ് നേടാൻ വേണ്ടി അധ്വാനിക്കുന്നു. 2ാമത് സന്തോഷം വരുത്താൻ വേണ്ടി അധ്വാനിക്കുന്നു. 3ാമത് ധനവും അധികാരവും സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു. 4ാമത് ഈ സാമൂഹ്യ സേവനം, മനുഷ്യ നന്മ, പേരെടുക്കാൻ വേണ്ടി
ഹോണറൊക്കെ കിട്ടാൻ വേണ്ടി നമുക്കതാ പത്മശ്രീ കിട്ടി. നമ്മളുണ്ടല്ലോ ഒരു സിനിമയുണ്ടല്ലോ, എന്തുവാ, ഒരു തൃശ്ശൂർക്കാരൻ്റെ സിനിമ ഉണ്ടായിരുന്നു, മറന്നുപോയി, മമ്മൂട്ടി അഭിനയിക്കുന്നത്. എന്തോ ഒരു പത്മ അവാർഡൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്നൊരു സിനിമ, പേര് വിട്ടൊന്ന് വിട്ടുപോയി. അതിനകത്തൊരു പുണ്യാളനൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ ആളുകൾ ഇത് ചെയ്യുന്നു, സോഷ്യൽ സർവീസ് ചെയ്യുന്നു, ഇത് കിട്ടാൻ വേണ്ടി. പിന്നെ അഞ്ചാമത്താണ് മതം. 5 കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തത് ഫിലോസഫി. ഈ 5 ഫിലോസഫി നമ്മൾ കണ്ടു, മനുഷ്യൻ നടക്കുന്നത് 5 ഫിലോസഫി കണ്ടു. അപ്പൊ അതിൽ ഒന്നാമത്തെ ഫിലോസഫി ജ്ഞാനമാണ്. ദാറ്റ് ഈസ് ഫിലോസഫി ടു ഫിൽ യുവർ മൈൻഡ്, മനസ്സിനെ നിറയ്ക്കാനാണ് ഒന്നാമത്തത്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ പ്ലഷറാണ്. പ്ലഷർ, അതായത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതാണ് ഇന്ന് ലോകത്തെ എന്നെ ഹെഡോണിസം എന്നാ പറഞ്ഞത്. ഹെഡോണിസം, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുമല്ലോ, പൗലുസ്ലീഹ പറയണം. ദാറ്റ് ഈസ് ഹെഡോണിസം. മൂന്നാമത്തത് വെൽത്ത് ആൻഡ് പവർ, അതാണ് മെറ്റീരിയലിസം, വെൽത്ത് ആൻഡ് പവർ. നാലാമത്തത് എത്തിക്സ് ആണ്, സോഷ്യൽ സർവീസ് ചെയ്യുക. അത് എന്തിനാണ്? ടു ഫിൽ യുവർ കോൺഷ്യസ്. അവസാനത്തത് മതമാണ്, റിലീജിയൻ, ടു ഫിൽ യുവർ സ്പിരിറ്റ്. ഇപ്പൊ 5 കാര്യമാണ്. ഒന്ന് വിസ്ഡം, അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കാൻ, ജ്ഞാനം സമ്പാദിക്കാൻ. അപ്പൊ ദാറ്റ് ഈസ് എ ഫിലോസഫി. ദാറ്റ് ഫിലോസഫി ഫിൽസ് യുവർ മൈൻഡ്. രണ്ടാമത്തത് പ്ലഷറാണ്, അത് ഹെഡോണിസമാണ്. ദാറ്റ് ഈസ് ടു ഫിൽ യുവർ ബോഡി. ശരീരത്തിനാണ് പ്ലഷർ, ശാരീരിക സുഖങ്ങളാണ്. മൂന്നാമത്തത് വെൽത്ത് ആൻഡ് പവറാണ്. വെൽത്ത് ആൻഡ് പവറാണ്, അത് മെറ്റീരിയലിസമാണ്. അത് ഫിൽ യുവർ പോക്കറ്റ്, നമ്മുടെ പോക്കറ്റാണ്, കീശ നിറയ്ക്കുകയാണ്. നാലാമത്തത് സോഷ്യൽ സർവീസ് ആണ്. സോഷ്യൽ സർവീസ് ആളുകൾ ചെയ്യുന്നു, ആ ചാരിറ്റി ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പൊ ബിൽ ഗേറ്റ്സ് ഒരു ഉദാഹരണമാണ്. ബിൽ ഗേറ്റ്സ് ലോക കോടീശ്വരനാണ്. പക്ഷെ അയാൾ ഇപ്പോഴത്തെ സൂക്കേടെന്ന് പറഞ്ഞാൽ സോഷ്യൽ സർവീസും ചാരിറ്റിയാണ്. എവിടെയാണ്, ആരൊക്കെയാണ് ചാരിറ്റി? ഉള്ള മുതലാളിമാർക്ക്, മമ്മൂട്ടിക്ക് ചാരിറ്റി, മോഹൻലാലിന് ചാരിറ്റി, പൃഥ്വിരാജിന് ചാരിറ്റി, കോടീശ്വരന്മാർക്കെല്ലാം ചാരിറ്റിയുടെ അസുഖമാണ്. 10 വീട് വെച്ച് കൊടുക്കുന്നു. യൂസഫ് അലി 10 ലക്ഷം രൂപ കൊടുക്കുന്നു. എന്തിനാണ്? എത്ര കോടി രൂപ ഉണ്ടെങ്കിലും പത്രത്തിൽ പടം വരത്തില്ല. ആർക്കെങ്കിലും 10 ലക്ഷം രൂപ കൊടുത്താൽ വാർത്ത വരും, പടം വരും, ഇന്റർവ്യൂ വരും. നാലാമത്തെ വിഷയമാണ് ഫിൽ യുവർ കോൺഷ്യസ്, മനോഭാവത്തെ നിറയ്ക്കും. അഞ്ചാമത്തെ റിലീജിയൻ, ടു ഫിൽ യുവർ സ്പിരിറ്റ്, ആത്മാവിനെ നിറയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടി. അപ്പൊ ഇതാണ് 5 പരിപാടി. ഈ 5 കാര്യവും ശലോമോൻ ട്രൈ ചെയ്തു. 5 ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി പുള്ളി എല്ലാം ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി പ്ലഷർ, 1000 പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഹാരം എന്നൊക്കെ പറഞ്ഞാൽ ശലോമോന്റെ ഹാരത്തിലൊക്കെ അന്ന് നിലവിലുള്ള ഏറ്റവും സുന്ദരികളെ മുഴുവൻ കൊണ്ടിട്ടിരിക്കാൻ. ശലോമോൻ തന്നെ മടുത്ത്. ശലോമോൻ പറയാണ്, ഇവിടെ ശലോമോൻ എഴുതിയിരിക്കുകയാണ്, ഹെഡോണിസം. സഭാപ്രസംഗിയായി ഞാൻ യെരൂശലേമിൽ ഇസ്രായേൽ രാജാവായിരുന്നു. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നൊക്കെ ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സ് വെച്ചു. ഇത് ദൈവ മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട്. ഇറ്റ് ഈസ് എ ടോയിൽ. ജ്ഞാനം സമ്പാദിക്കണം ഈസി ഒന്നുമല്ല. ബുക്കുകൾ വായിക്കണം, ജ്ഞാനികളെ തേടണം, ഗുരുക്കന്മാരെ അന്വേഷിക്കണം. അന്നിപ്പം ശലോമോന്റെ കാലത്ത് വലിയ ബുദ്ധിമുട്ടായി. അപ്പൊ ശലോമോൻ പറയാണ്, ശലോമോന് ബഹുസമ്പത്തുണ്ടായിരുന്നു. അപ്പം മൂന്നാമത്തെ മെറ്റീരിയലിസമാണ്. മെറ്റീരിയലിസം പിന്നെ നോക്കുക, ഞാൻ വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. ഞാൻ മേത്തരമായ വീഞ്ഞുകൾ കുടിച്ചുകൊണ്ടിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്ക്, സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനങ്ങളെയും ഞാൻ സമ്പാദിച്ചു. എന്റെ കണ്ണ് ആഗ്രഹിച്ച ഒന്നിനെയും ഞാൻ വിലക്കിയിരുന്നില്ല. അപ്പൊ ഇവിടെ ഹെഡോണിസം പറയുന്നുണ്ട്, മെറ്റീരിയലിസം പറയുന്നുണ്ട്, വിസ്ഡം ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം വിസ്ഡം സീക്ക് ചെയ്തു. പിന്നെ പുള്ളി ദാനധർമ്മങ്ങൾ ചെയ്തു. മനസ്സിലായോ? ദാനധർമ്മങ്ങൾ ചെയ്തു. പിന്നെ റിലീജിയൻ, അന്ന്
ഭൂമിയിലുണ്ടായിരുന്ന സകലരെയും അതിശയിപ്പിക്കുന്ന ദൈവാലയം പണിത് ശലോമോനാണ്. റിലീജിയൻ ഓൾസോ ഫെയിൽഡ് ഹിം. പരാജയപ്പെടുത്തി അവനെ. റിലീജിയൻ ഇല്ലേ? ദൈവാലയം, യെരുശലേം ദൈവാലയം ശലോമോനല്ലേ പണിത്. നിങ്ങൾ ഓർക്കുന്ന ശലോമോനായിട്ട് തെമ്മാടിയായിരുന്നത്. അയാൾ അതും ട്രൈ ചെയ്തു. 5 കാര്യവും ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയി. 5 കാര്യവും പരാജയപ്പെട്ടു. ദയനീയമായ പരാജയം അദ്ദേഹത്തിന് സംഭവിച്ചു. അതാണ് എക്ലീസിയാസ്റ്റസ് എന്ന ബുക്ക്. 5 മേഖലയിലും പരാജയപ്പെട്ടു. ശലോമോൻ പറയുന്നുണ്ട്, നമ്മൾ ഇതിനകത്തോട്ട് പിന്നെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിനകത്തോട്ട് നമ്മൾ കടന്നു പോകുമ്പം ശലോമോൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ശലോമോൻ പറയുന്നത് ടൈം, സമയം, മായ. 5 മായകളുണ്ടെന്നാണ് ശലോമോൻ പറയുന്നത്. ഈ മായ നിങ്ങൾ ഇതിനകത്ത് കാണുന്നത് മായ എന്തോ മായ. 5 മായയുണ്ടെന്ന് പറയും. ഒന്നാമത്തെ മായ സാമ്യതയും അസാമ്യതയുമായിട്ടുള്ള ഒരു മായയാണ്. കാരണം ധനികനും ദരിദ്രനും മരിക്കുന്നു, ബലവാനും ബലഹീനനും മരിക്കുന്നു, മൃഗങ്ങളും മനുഷ്യനും മരിക്കുന്നു. പിന്നെയുള്ളൊരു വിഷയം, ഒരു മായ പറയുന്നത് ടൈമിനെ കുറിച്ചാണ്, സമയം. ശലോമോൻ വളരെയധികം ശ്രദ്ധിക്കുന്നു. ഈ സമയം എന്ന് പറഞ്ഞാൽ മരണം. ഇന്നാൾ ഞാൻ സമയത്തെക്കുറിച്ച് ഒരു പ്രത്യേക ലൈവ് ചെയ്താൽ, നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ യൂട്യൂബിൽ പോയി കാണാം. സമയം നിശ്ചലമാകുമ്പോൾ ജന്മം സഫലമാകുന്നു എന്ന പേര് കൊടുത്തിട്ടുണ്ട്. ദ ക്രോണോസ് ആൻഡ് കൈറോസ് എന്ന ടൈമിനെ കുറിച്ച് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശലോമോൻ ടൈമിനെ പറ്റി പറയാം. ടൈം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ഡെത്ത്. കാരണം നമുക്ക് കിട്ടിയതിനെല്ലാം കൊണ്ടുപോകുന്ന സമയമാണ്. നമുക്കെല്ലാം തന്നതും സമയമാണ്, എല്ലാം കൊണ്ടുപോകുന്നതും സമയമാണ്. നമുക്ക് യൗവനം തന്നത് സമയമാണ്, നമുക്ക് ആരോഗ്യം തന്നത് സമയമാണ്, നമുക്ക് നല്ല ദിവസങ്ങളെ തന്നത് സമയമാണ്, നമുക്ക് ആഹ്ലാദവും ആമോദവും ആനന്ദവും അനുമോദനങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം തന്നത് സമയമാണ്. ഭാര്യയെ തന്നത് സമയമാണ്, കുടുംബം തന്നത് സമയമാണ്, കുഞ്ഞുങ്ങളെ തന്നത് സമയമാണ്, എല്ലാം സമയമാണ്. നിങ്ങൾക്ക് ജ്ഞാനം തന്നത്, ജോലി തന്നത്, സമ്പത്ത് തന്നത് എല്ലാം സമയമാണ്. പക്ഷെ അത് ഓരോന്നോരോന്നായി നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും അതേ സമയമാണ്. ടൈം ഈസ് നത്തിങ് ബട്ട് ഡെത്ത്. അത് മരണപ്പുഴയാണ്. ഞാനത് അന്ന് ടൈമിന്റെ ലൈവിൽ പറഞ്ഞാൽ നിശ്ചം മരണം. ടൈം എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശലോമോൻ അതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഫിലോസഫി പഠിക്കണം. ഫിലോസഫി പഠിക്കുമ്പോഴേ ഈ ബുക്കിന്റെ ശ്രേഷ്ഠത മനസ്സിലാകത്തുള്ളൂ. ഈ ഫിലോസഫിയുടെ പുസ്തകമൊക്കെ ഉണ്ട് കേട്ടോ, വലിയ പുസ്തകമാണ്. ഇങ്ങനെ ഫിലോസഫി ഇരിക്കുന്നു, അതെല്ലാം വായിച്ച് തീർക്കും. ടോയിൽ എന്ന വാക്കാൻ ഞാൻ പറഞ്ഞു, പ്രയത്നമാണ്. ഞാൻ ഒത്തിരി ഫിലോസഫി വായിച്ചു. ഇതെല്ലാം വായിച്ചിട്ട് അവസാനം ഇതെല്ലാം ആ മൂല കൊണ്ടിട്ടാണ്. കാരണം ഫൈനലി ആണ് നമ്മൾ ഒരു കൺവിക്ഷനിൽ എത്തുന്നത്. കാരണം അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ 12 അധ്യായം വായിച്ചാൽ മതി. നിങ്ങൾ ഫിലോസഫി പഠിക്കാൻ പറ്റാത്തവര്, വായിക്കാൻ പറ്റാത്തവര് എന്നെ കേൾക്കുന്നു, നിരാശപ്പെടണ്ട. നിങ്ങൾ ഒരു ഫിലോസഫി വായിക്കണ്ട. എല്ലാ ഫിലോസഫിയും വായിച്ചതിന്റെ ആ ഒരു ഇഞ്ചിക്കറി 100 കറിക്ക് തുല്യമാണ്. കേട്ടിട്ടില്ല? ഇഞ്ചിക്കറി 100 കറിക്ക് തുല്യമാണ്. പണ്ട് ഈ വരരുചി എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനുണ്ട്. ഈ ബ്രാഹ്മണൻ ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കി. ഈ സത്യത്തിൽ അതിന്റെ കഥ അങ്ങനെയല്ല. ഈ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ഒന്ന് പറയണം എന്ന് രാജാവ് പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ തല വെട്ടിക്കളയുന്നു. ഇയാൾ പേടിച്ച് നാട് വിട്ടുപോയി. നാട് വിട്ടു പോകുന്ന വഴിക്ക് ഒരു കാട്ടിൽ പോയി ഒരു മരത്തിന്റെ കീഴെ ഇരുന്ന് ഉറങ്ങിപ്പോയി, ക്ഷീണം കാരണം. അപ്പൊ ആ മരത്തിന്റെ മുകളിൽ യക്ഷികള് മീറ്റിംഗ് കൂടുന്ന സ്ഥലമാണ്, മരമാണ്. അപ്പൊ യക്ഷികളെല്ലാം കൂടെ രാത്രിയിൽ അവിടെ വന്നു. അവിടെ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറയുകയാണ്. അപ്പൊ എങ്ങാണ്ടിന്നൊരു പിള്ളേരുടെ മറുപിള്ള എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കൂടെയുള്ള പ്ലാസന്റ, അതെടുത്ത് കഴിക്കുക യക്ഷികൾ. ഒരു യക്ഷി വെച്ച്, നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടാണ്ട്? അവിടെ ഒരു പെങ്കൊച്ചുണ്ടായി, അവിടെ ഒരു പറയക്കുടിലിൽ ഒരു പെങ്കൊച്ചുണ്ടായി, അതിന്റെ സാധനമാണ്, ഞാൻ തിന്നാ അമ്പടി കൊള്ളാലോ, ടേസ്റ്റ്, എനിക്ക് വെച്ചിട്ട് തരാമോ? അപ്പോഴേക്കും ഇവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് തന്നെ ഒരു യക്ഷി ചോദിച്ചു മറ്റേ യക്ഷിയോട്, ചേട്ടാ നമ്മുടെ മരത്തിന്റെ കീഴെ ഒരു കിളവൻ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, കണ്ടിട്ടൊരു ബ്രാഹ്മണനാണെന്ന് തോന്നുന്നു. അത് യക്ഷി പറഞ്ഞു, ബ്രാഹ്മണൻ മണ്ടൻ,
രാമായണത്തിലൊരു ശ്ലോകം പുള്ളി പറഞ്ഞു, ദശരഥ മാമിഥി അയോധ്യ മടവിമിഥി. അപ്പൊ ആ ശ്ലോകം പോലും അറിയാത്തൊരു പോട്ടന എന്നാ ബ്രാഹ്മണനാണ്. അപ്പൊ പെട്ടെന്ന് വരരുചിക്ക് മനസ്സിലായി ഇതാണ് പ്രധാനപ്പെട്ട ശ്ലോകം. അപ്പൊ വേറെ രക്ഷ ചോദിച്ചു, ഇവൻ എന്ത് സംഭവിക്കാനാ? ഇവൻ ഇന്നാണ്ട് അവിടെ ഉണ്ടായ പറയക്കൂട്ടിലുണ്ടായ പെങ്കൊച്ചിനെ ഇവൻ കല്യാണം കഴിക്കും, ഇവന്റെ വിധി അതാണ്, ഇവൻ പറക്കള്ളിയെ കെട്ടു എന്നൊക്കെ യക്ഷി മോളിയിരുന്നു പറഞ്ഞു. ഇത് കേട്ട് വരരുചിക്ക് വലിയ വിഷമായി പോയി. നേരം വെളുത്ത് യക്ഷികളൊക്കെ പോയി കഴിഞ്ഞാൽ വരരുചി വയ്യ എഴുന്നേറ്റ് രാജകൊട്ടാരത്തിൽ ചെന്ന് പട്ടുമുളയൊക്കെ മേടിച്ചു. രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം അയോധ്യ മടവിമിഥി ദശരഥ മാമിഥി, ആ ശ്ലോകം പാടിക്കൊറ്റു. ഈ പുള്ളിക്ക് ഒത്തിരി സമ്മാനമൊക്കെ രാജാവ് കൊടുത്തു. അത് കഴിഞ്ഞപ്പം ഈ വരരുചിയോട് രാജാവ് പിന്നെ വരരുചിയോടെ പമ്പ് നിന്നപ്പം രാജാവ് ചോദിച്ചു എന്നാന്ന് ചോദിച്ചോ. പറഞ്ഞു, ഇന്നോലെ ഒരു പറയക്കൂട്ടിൽ ഒരു പെങ്കൊച്ചുണ്ടായിട്ട് ആ കൊച്ചു കാരണം ഈ രാജ്യം മുഴുവൻ നശിച്ചു പോകും, എനിക്ക് പ്രത്യേക വെളിപ്പാട് കിട്ടിയതാണ്, അതുകൊണ്ട് ആ കൊച്ചിനെ കൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭടന്മാരെ വിട്ട് കൊച്ചിനെ കൊല്ലിക്കാൻ വേണ്ടി വിട്ടു. ഈ ഭടന്മാരവിടെ ചെന്ന് പെങ്കൊച്ചല്ലേ ഇനി എങ്ങനെയാ കൊല്ലുന്നേ എന്നോർത്ത് ഒരു ചെങ്ങാടം ഉണ്ടാക്കിയിട്ട് ഈ കൊച്ചിനെ അതേ വെച്ച് വെള്ളത്തിൽ കൂടി ഒഴുക്കി വിട്ടു. അടുത്ത രാജ്യത്തോട്ട് ഒഴുക്കി വിട്ടു. രാജ്യത്തിന്റെ അതിർത്തി കടന്നു പോയാൽ മതിയല്ലേ, ശല്യം തീർന്നു. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ വരരുചി ഇങ്ങനെ കറങ്ങി എങ്ങാണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പം വരരുചി ആ വീട്ടുകാരത്തോട് ഒരു ബ്രാഹ്മണരൊക്കെ വരും. അന്നത്തെ കാലത്ത് വലിയ ഇതാ ഈ പെന്തക്കോസ്താരുടെ വീട്ടിൽ പ്രവാചകൻ വരുന്ന പോലെ. പെന്തക്കോസ്താർക്ക് പ്രവാചകൻ വരുന്ന കിട്ടാന്ന് പറയും. ഇന്ന് തന്നെ ദുബായിൽ നിന്ന് ഒരു ഫാമിലി, ആ ഫാമിലി ഇപ്പൊ ലൈവ് കാണുന്നുണ്ടായിരിക്കും, അവർ വിളിച്ച് അവരുടെ അയൽവക്കത്തുള്ള ഒരു പ്രവാചകൻ ഇവരെ കണ്ടമാളം മൈൻഡ് കൺട്രോൾ ചെയ്യുക. അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ട് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് അവർ കൺട്രോൾ ചെയ്യും. ഇവരുടെ വേണ്ടാത്ത കാര്യത്തിലല്ല അവർ ഇടപെടുക. എനിക്ക് പണ്ടൊക്കെയാണ് ഞാൻ വലിയ ഉത്സാഹത്തെ അവരെ വിടുവിക്കാൻ മനസ്സിലായി. ഇപ്പൊ എനിക്ക് ഇത് കേൾക്കുന്ന ഇറിറ്റേഷൻ ആണ്. കാരണം ഇവർ എത്ര പറഞ്ഞാലും ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ല. യു ആർ കൺട്രോൾഡ് ബൈ ദീസ് പീപ്പിൾ. ഈ ആൾദൈവങ്ങളെങ്ങനെ നിങ്ങളെ കുട്ടിച്ചോളൊക്കെ നിങ്ങളുടെ വീട്ടിനകത്ത് കയറി നിൽക്കുകയാണ്. ആൾദൈവങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുക ഈ ആധുനിക കാലം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പ്രവാചകൻ ഈ വരരുചി എന്നോ പേടിച്ചു. വരരുചി പറഞ്ഞു, ഞാൻ ഒന്ന് കുളിക്കണം, കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വരും, കുളിച്ചേച്ച് വരുമ്പോഴേക്ക് എനിക്ക് 100 കറി കൂട്ടി ഉണ്ണണം, ഊണ് കഴിയുമ്പോൾ എനിക്ക് 4 പേരെ തിന്നണം, തിന്നു കഴിയുമ്പോൾ 4 പേരെ ചുമക്കണം എന്നൊക്കെ പറഞ്ഞു. വീട്ടുകാർക്കൊന്നും പിടികിട്ടിയില്ല. അപ്പൊ വീട്ടിലൊരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ച് പറഞ്ഞു, ഇന്നും കുഴപ്പമൊന്നുമില്ല, ഇഞ്ചിക്കറി ഉണ്ടാക്കിയാൽ മതി, ഇഞ്ചിക്കറി 100 കറിക്ക് തുല്യമെന്ന് ശാസ്ത്രമുണ്ട്. അങ്ങനെ വരരുചി കുളിച്ചേച്ച് ചെന്നപ്പോൾ ചോറും ഇഞ്ചിക്കറിയും റെഡി. പുള്ളിക്ക് വലിയ സന്തോഷമായി. അത് കഴിഞ്ഞപ്പോഴേക്കും 4 കൂട്ടി മുറുക്കാൻ കൊടുത്തു. ഇതാണ് ഈ 4 പേരെ തിന്നണമെന്ന് പറഞ്ഞത്. പിന്നെ ഒരു കട്ടിൽ കിടക്കാൻ കൊടുക്കണം, ഇതാണ് കട്ടില്. ചുരുക്കി പറഞ്ഞാൽ പിന്നീട് വരുമ്പോൾ പിന്നെ പുള്ളി കുറെ പ്രശ്നങ്ങളൊക്കെ വെച്ച് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. ഏതായാലും ആ പണ്ട് ഈ വെള്ളത്തിൽ ഒഴുക്കി വിട്ട പെങ്കൊച്ചായിരുന്നു, അപ്പം പറയ കുട്ടിയായിരുന്നു ആ വീട്ടിൽ നിന്ന്, അവർക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടുക. ഈ പുള്ളി അതിനെ കെട്ടി. അങ്ങനെ 12 മക്കളുണ്ടായി. അതാണ് ഈ പറയി പറ്റ വന്തിരുകുലം. അതിനകത്തുള്ളതാണ് ഈ നാറാണത്ത് ഭ്രാന്തൻ, തിരുവില്ല കുന്നില, വായില്ല കുന്നിലപ്പൻ, നമ്മുടെ മേളത്തോള അഗ്നിഹോത്രി, പാക്കനാര്, ഇങ്ങനെ 12 മക്കളൊക്കെ ഉണ്ടായി. അതിന്റെ ചരിത്രമൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞു വന്നത് 100 കറിക്ക് തുല്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇഞ്ചിക്കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിലേക്ക് പോയത്. അപ്പൊ ലൈഫ് ഈസ് വെയിൻ. അപ്പൊ ജീവിതം മായയാണ്. ഇതാണ് നമ്മൾ സഭാപ്രസംഗിയിൽ കാണുന്ന മെയിൻ തീം. അപ്പൊ ടൈമിനെ കുറിച്ച് ശലോമോന്റെ പരാതിയാണ്, സമയം മരണപ്പുഴയാണ്. സൂര്യന് കീഴിലുള്ള എല്ലാ പ്രയത്നങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ഇതാണ് സമയം. ഇതാണ് ശലോമോന്റെ ഒരു പരാതി. സമയത്തെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ശലോമോൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരുപാട് കാര്യം, ഓരോന്നിനും ഓരോ സമയമുണ്ട്. പെറുക്കിക്കളയാൻ ഒരു കാലം, കൂട്ടിവെക്കാൻ ഒരു കാലം, ജീവിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, ജനിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിയുവാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളയുവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? വാനിറ്റിയാണ്. ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും
അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. He has made everything beautiful. സകലതും ഭംഗിയായിട്ട് ചെയ്തു. But he has also put eternity into man's heart. God has made everything beautiful and he has put eternity in man's heart. സലോമൻ പറയാണ് നിത്യത. ഈ സമയത്തെ പറ്റി കുറ്റം മുഴുവൻ പറഞ്ഞിട്ട് സമയം നാശമാണ്, സമയം മരണമാണ്, സമയത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സലോമൻ പറയാണ് ഇറ്റേണിറ്റി. നമ്മള് ടൈം മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വി എക്സ്പീരിയൻസ് ഓൺലി ടൈം ബിക്കോസ് വി ആർ ബൗണ്ടഡ് ബൈ ടൈം. നമ്മൾ സമയത്തിന്റെ കീഴിലാണ്, ഇല്ലേ? നമുക്ക് സമയത്തിന് മുകളിൽ പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു സെക്കൻഡ് പോലും കിട്ടുന്നില്ല. ഈ ലോകത്തുള്ള എല്ലാവരുടെ പരാതി എന്താ? സമയമില്ല. എനിക്ക് സമയമില്ല. ഭിക്ഷക്കാരൻ വരെ പറയുന്ന സമയമില്ല. നിങ്ങൾ ലോകത്ത് ആരുടെ ചോദിച്ചു, എല്ലാവരുടെ ഒറ്റ കംപ്ലൈന്റ്, എവരിബഡി കംപ്ലൈന്റ്സ് അബൌട്ട് ടൈം. മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ പറയും സമയമില്ല. ആർക്കും സമയമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറയും സമയമില്ലെന്ന്. കാരണം സമയം എല്ലാവരെയും ബന്ധിച്ചിരിക്കുകയാണ്. ഓൾ ആർ സ്ലേവ്സ് ടു ടൈം. എല്ലാവരും സമയത്തിന്റെ അടിമകളാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഇറ്റേണിറ്റിക്ക് വേണ്ടി ഒരു ദാഹമുണ്ട്. ടൈംലെസ്നെസ്, സമയമില്ലായ്ക. സോ വി ഡിസയർ ഇറ്റേണിറ്റി. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരാൾക്ക് സ്വാതന്ത്ര്യത്തിന് ഒരു വാഞ്ചയുണ്ടാവും. അതുപോലെ എത്ര കോടീശ്വരനായാലും, ഇപ്പൊ ഇലോൺ മസ്ക് അമേരിക്കയിലെ വലിയ കോടീശ്വരനും ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരനും ഒക്കെയാണ്. പുതിയ കാറ്, പിന്നെ ട്രെയിന്, അത് ഇതെല്ലാം ഉണ്ടാക്കി, ഹൈപ്പർ ലൂപ്പ് ട്രെയിനും ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ഇലക്ട്രിക് കാറുകൾ, ചൊവ്വാലയിട്ട് ആളെ കൊണ്ടുപോവുക. പുള്ളിക്കും ഉള്ള പ്രശ്നം ചൊവ്വായി ചെന്നാൽ ടൈമിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പാവപ്പെട്ടവൻ വിചാരിക്കുന്നു. നോ, ഈ ടൈമിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ടൈം ആൻഡ് സ്പേസിൽ നമ്മൾ ബൗണ്ടഡ് ആണ്. അപ്പൊ ടൈംലെസ്നെസ് അല്ലെങ്കിൽ നിത്യത, ഇറ്റേണിറ്റി. അപ്പം ദർ ഇസ് എ ഡിസയർ ഫോർ ഇറ്റേണിറ്റി in man's heart. അത് irrespective of races or faces or how rich they are, no, that doesn't matter. നീ എത്ര സമ്പന്നനാണോ, ദരിദ്രനാണോ, കുലീനനാണോ, കുലഹീനനാണോ, വിദ്യാസമ്പന്നനാണോ, വിദ്യാവിഹീനനാണോ, ജ്ഞാനിയാണോ, ബർബരനാണോ, ശകനാണോ, ദാസനാണോ, കറുത്തവനാണോ, വെളുത്തവനാണോ, നോ, ആരായിരുന്നാലും അവന്റെ എല്ലാ ഹൃദയത്തിൽ God put eternity in man's heart. നിങ്ങൾക്ക് റെഫറൻസ് വേണ്ടവർക്ക് സഭാപ്രസംഗി 3:11 കേട്ടോ. സഭാപ്രസംഗി 3:11. ചില ആളുകൾക്ക് റെഫറൻസ് വേണം. ഇത് കഴിയുമ്പോൾ വിളിക്കും ഈ വാക്യത്തിന്റെ റെഫറൻസ് എന്താണ്. ചില ആളുകൾ വിളിച്ചു ചോദിക്കും. ഇന്ന് വിളിക്കണ്ട, 3:11. അപ്പൊ അതാണ് നമ്മൾ സമയം മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ സ്വർഗം സമയത്തിന് അതീതമാണ്. അപ്പൊ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഡിസയറാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ഡിസയർ നമ്മുടെ ഹൃദയത്തിൽ വന്നത്? എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയോ ഈ താല്പര്യം വന്നത്, ഈ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വന്നത്? നമ്മള് എത്ര നല്ല സ്ഥലത്ത് പോയാലും നമ്മുടെ വീട്ടിൽ ചെല്ലാനുള്ള ഒരു ആഗ്രഹം, നമ്മുടെ വീട്ടിൽ ചെല്ലാൻ അല്ലേ? നമ്മളിരിക്കും, നമ്മളിപ്പോ സമയമില്ല കേട്ടോ, പോണം. എത്ര നല്ല രസത്തിൽ വർത്താനം പറഞ്ഞാൽ എന്നാ പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകും. നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള. അപ്പൊ ഈ ലോകത്തിൽ നമുക്കൊരു ഹോംലി ഫീലിംഗ് ഇല്ല. അതാണ് ഈ പ്രശ്നം. ഒരു മനുഷ്യനും we do not feel at home. We means nobody. മത്സ്യങ്ങൾ എപ്പോഴെങ്കിലും, കടലിൽ കിടക്കുന്ന മത്സ്യങ്ങൾ എപ്പോഴെങ്കിലും തന്റെ ശരീരം നനയുന്നതിനെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ട്?
നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടലിൽ കിടക്കുന്ന ഏതെങ്കിലും മീൻ തന്റെ ശരീരം നനയുന്നു എന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ നമ്മൾ മനുഷ്യർക്ക് നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന, നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന ആ സമയത്തെക്കുറിച്ച് കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? വി ഡു നോട്ട് ബിലോങ് ടു ഹിയർ. നമ്മൾ ഇവിടെയുള്ളവരല്ല. വി ഡു നോട്ട് ബിലോങ് ഹിയർ. ഞാൻ ട്രിനിറ്റിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം ആദിയിൽ സൃഷ്ടിച്ചപ്പോൾ മണ്ണിൽ നിന്ന് ചെടികളെയും മരങ്ങളെയും സൃഷ്ടിച്ചു. ഉളവാകട്ടെ. ഗോഡ് സ്പോക്ക് ടു ദ സോയിൽ, ഗോഡ് സ്പോക്ക് ടു ദ എർത്ത്. മണ്ണിനോട് ദൈവം സംസാരിച്ചു. മണ്ണിൽ നിന്ന് ചെടികൾ ഉയർന്നു. മണ്ണ് ആണ് അതിന്റെ സോഴ്സ്. മത്സ്യങ്ങളെ വെള്ളത്തിൽ ജനിക്കട്ടെ. മത്സ്യങ്ങളുടെ സോഴ്സ് ജലമാണ്. ജലത്തിൽ നിന്ന് അതിനെ എടുത്താൽ അത് ചത്തുപോകും. മണ്ണിൽ നിന്ന് അപ്രൂട്ട് ചെയ്താൽ ചെടി ചത്തുപോകും. വായുവിൽ, ആകാശത്തിൽ പക്ഷികൾ, പറവകൾ ഉണ്ടാകട്ടെ. വായുവിൽ നിന്ന് ഒരു പക്ഷിയെ പിടിച്ച് വെള്ളത്തിൽ മുക്കി അത് ചത്തുപോകും. സോഴ്സ്, പക്ഷികളുടെ സോഴ്സ് വായുവാണ്. മരത്തിന്റെ സോഴ്സ് മണ്ണാണ്. മത്സ്യത്തിന്റെ സോഴ്സ് വെള്ളമാണ്. മത്സ്യങ്ങളെ സൃഷ്ടിക്കാൻ ദൈവം വെള്ളത്തോടും, മരത്തെ സൃഷ്ടിക്കാൻ ദൈവം മണ്ണിനോടും, പക്ഷിയെ സൃഷ്ടിക്കാൻ വായുവിനോടും ദൈവം സംസാരിച്ചെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ സമയത്ത് ദൈവം മണ്ണിനോടും വെള്ളത്തോടും ആകാശത്തോടും സംസാരിച്ചില്ല. കാരണം നമ്മൾ ഈ മണ്ണിലും ആകാശത്തിലും വെള്ളത്തിലും ഒന്നും നിൽക്കേണ്ടവരല്ല. ഗോഡ് സ്പോക്ക് ടു ഹിംസെൽഫ് ബിറ്റ്വീൻ ദം, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. മനുഷ്യനെ സൃഷ്ടിക്കാം. ലെറ്റ് us make man. വരുവിൻ, നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. He didn't spoke to the soil. He didn't spoke to the water. He didn't spoke to the air. He spoke between them. അപ്പൊ നമ്മൾ ദൈവത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ സോഴ്സ് ഗോഡാണ്. അതെവിടെയാണ്? ഇറ്റേണിറ്റിയിലാണ്, ടൈംലെസ്നെസ്സിലാണ്. ലോകവീഴ്ചകൾക്ക് മുമ്പ് എഫേസ്യർ 1-ാം പറയുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ സൃഷ്ടിച്ചത് എവിടെയാണ്? അവനിൽ. നമ്മൾ നൗ വി ആർ ഇൻ ടൈം ആൻഡ് സ്പേസ്. നമ്മൾ ഈ ടൈമിലാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ. വിസ്ഡവും പ്ലഷറും വെൽത്ത് ആൻഡ് പവറും ചാരിറ്റി ആൻഡ് സോഷ്യൽ വർക്കിങ്ങും റിലീജിയനും 5 ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, I have eternity in my heart. I have a deep desire to be in that space. Timeless space. മരണം വാഴുക എന്നാണ് ആദാം മുതൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ ജസലിന് അതേപ്പറ്റി ഒരു ലൈവ് ഒക്കെ ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുകയാണ് ടൈം. അപ്പൊ ടൈംലെസ്നെസ്സിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് നമുക്കൊരു വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ട്. ബിക്കോസ് വി ഡോണ്ട് ബിലോങ് ടു ഹിയർ. കാരണം നമ്മൾ ഈ ടൈമിനടിയിൽ നിൽക്കേണ്ടവരല്ല. ഒരിക്കൽ നമ്മൾ ടൈമിന് പുറത്തായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഹോംലി ഫീലിംഗ് ഇല്ല. അതാണ് നമുക്ക് ടൈംലെസ്നെസ്സിലേക്ക്. That is why we continuously making complaints about time. But next time when you hear someone complains about time, surely you will have a smile on your face. I am sure about it. അടുത്ത പ്രാവശ്യം ഇപ്പൊ ഈ ലൈവ് കേട്ടോണ്ടിരിക്കുന്ന, കണ്ടുപിടിക്കുന്നില്ല എത്ര പേര് കാണുന്നുണ്ട്, 110 118 നിങ്ങൾ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുക. ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ അടുത്ത പ്രാവശ്യം സമയമില്ല എന്നൊരാള് പരാതി പറയുമ്പോൾ നിങ്ങൾ ചെറിയൊരു ചിരി വരും. കാരണം എന്താണ്? അതിന്റെ അർത്ഥം നമ്മൾ ഇവിടെയുള്ളവരല്ല, ഈ സമയത്തിന്റെ കീഴിൽ നിൽക്കേണ്ടവരല്ല. സമയം മരണമാണ്. നിങ്ങൾ ഇന്ന് ഓരോന്നും കണ്ട് ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ സന്തോഷിക്കുന്നവരെ നിങ്ങൾ ദുഃഖിച്ച് കരയും. കാരണം ടൈമിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ടൈം ഈസ് എ റിവർ
പവർഫുൾ റിവർ. ഇറ്റ് വിൽ ടേക്ക് എവരിത്തിങ്, എവരിത്തിങ്, എവരിത്തിങ്. സകലതും എടുക്കും സമയം. മരണപ്പുഴയാണ്. എല്ലാവരുടെയും എല്ലാം എടുത്തു. അലക്സാണ്ടർ രാജാവ് മരിക്കാൻ സമയത്ത് ശവപ്പെട്ടിയിൽ നിന്ന് കൈ പുറത്തോട്ടിട്ടേക്കാൻ പറഞ്ഞു. കാരണം എല്ലാവരും ഒന്ന് കാണട്ടെ. വാട്ട് ടൈം ഹാസ് ഡൺ ടു മീ. ഒരു കൊതുക് കുത്തിയ പാവം പുള്ളി മരിച്ചുപോയി. ശക്തനായ രാജാവിനെ ലോകം കീഴടക്കിയ അലക്സാണ്ടർ കൊതുകിന്റെ കടിയേറ്റാണ് മരിച്ചത്. ഒരു കൊതുക് കടിച്ച പാവം. ഇപ്പം നമ്മുടെ ലോകം വിറച്ചു നിൽക്കുന്ന ഒരു കൊറോണയുടെ മുമ്പിലാണ്. അപ്പൊ ഒന്ന് ടൈമിനെ പറ്റിയാ, പിന്നെയുള്ളത് മരണത്തെ പറ്റിയാണ് ശലോമോൻ പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും അസൗകര്യമുള്ള ഒരു കാര്യമാണ് മരണം. പക്ഷേ ഏറ്റവും ഉറപ്പുള്ള കാര്യവും മരണമാണ്. മരണം എന്നുള്ള ഒരു പ്രഹേളിക, അല്ലെങ്കിൽ മരണം എന്നുള്ളൊരു യാഥാർത്ഥ്യം, അത് അടുക്കളയിൽ ആന കയറി നിൽക്കുന്ന പോലെയാ. നിങ്ങളുടെ അടുക്കളയിൽ ഒരു ആന കയറി നിൽപ്പുണ്ടോ വെച്ചു നിങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റും. അതുപോലെയാണ് മരണം എന്നുള്ളത്. ഇന്നലെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ വീടുണ്ടായിരുന്ന ആള് മരിച്ചു. എത്രയോ പ്രമുഖർ മരിക്കുന്നു, പ്രശസ്തർ മരിക്കുന്നു, ഹെൽത്തി ആയിട്ടും വെൽത്തി ആയിട്ടും പോപ്പുലർ ആയിട്ടും ഫേമസ് ആയിട്ടും ഒട്ടും പോപ്പുലർ അല്ലാത്ത എല്ലാവരും മരിക്കുന്നു. ആരും ഇന്നുവരെയും ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. ഇതാണ് ശലോമോൻ വലിയൊരു ദുഃഖം. അതാണ് ഇപ്പൊ കിങ് ജോങ് ഇൻ മരിച്ചു എന്നാണ് പറയുന്നത്. എല്ലാവരും മരിക്കും. ഒരു യാഥാർത്ഥ്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ് വാനിറ്റി. അപ്പൊ മായകളെ കുറിച്ച് പറയുമ്പം ഒന്ന് മായയാണ്. Here under the sun, no one, unless there should appear here under the sun a man who come from beyond the sun, beyond the horizon of death's night. ശലോമോനോട് പറയുന്നുണ്ട്, എല്ലാവരും മരിക്കും. എന്ത് വിശേഷതയാണ്! മൃഗങ്ങളും മരിക്കും, മനുഷ്യനും മരിക്കും, ദരിദ്രനും മരിക്കും, രാജാവും മരിക്കും, പ്രജയും മരിക്കും, സകലരും മരിക്കും. അങ്ങനെ എല്ലാവരും മരിക്കുന്നു എങ്കിൽ എന്താണ് വിശേഷം? വാട്ട് ഇസ് ദ മീനിങ്? അപ്പൊ ഇത് മെയിനാണ്, മായയാണ്. ശലോമോൻ കണ്ടത് മുഴുവൻ ടൈമിന്റെ കീഴെയുള്ള ആളുകളെയാണ്. ടൈമിന്റെ കീഴെ സൂര്യന് കീഴെ ഒരാൾ പോലുമില്ല. ഹോ, ശലോമോന്റെ ദുഃഖം അതാ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. അന്നത്തെ നോൺ വേൾഡിൽ ഏറ്റവും ധനികനായ മനുഷ്യൻ, അന്നത്തെ നോൺ വേൾഡിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ, അന്നത്തെ നോൺ വേൾഡിലെ ഏറ്റവും വലിയ ദൈവാലയം പണി കഴിപ്പിച്ച മനുഷ്യൻ, അന്നത്തെ നോൺ വേൾഡിലെ ഏറ്റവും അധികം പെണ്ണുങ്ങള്, പണവും സമ്പത്തും ഉള്ള മനുഷ്യൻ. എന്താ ഇല്ല? വെൽത്ത്, ഹെൽത്ത്, വിസ്ഡം, പവർ, പ്ലഷർ, റിലീജിയൻ. റിലീജിയസ് ലീഡറാണ് അദ്ദേഹം. പോയി ബലി കഴിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ മേഘമൊക്കെ ഇറങ്ങി വന്നിട്ട് ആളുകളൊക്കെ സ്ലെയിൻ ചെയ്തൊക്കെ വീഴുകയാണ്. നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ സ്ലെയിൻ? ഒന്ന് പുരോഹിതന്മാരൊക്കെ പടപടപടാന്ന് വീഴുകയാണ്. ശലോമോൻ ഇങ്ങനെ കൈപൊക്കി ഹല്ലേലൂയ. പക്ഷെ മനസ്സ് ശൂന്യമാണ്. ഭയങ്കര ഹീലിംഗ് മിനിസ്ട്രിയാ. ഷർട്ട് എടുത്ത് വീശുന്നു, കോട്ട് എടുത്ത് വീശുന്നു, ബെൻസ് കാർ വരുന്നു, ടെലിവിഷനിൽ ഷോ നടത്തുന്നു. ഉള്ളു പൊള്ളയാ. ശലോമോൻ മരണത്തെ പറ്റി പറയാം. സൂര്യന് കീഴെ സകലതും മായ, എന്നാൽ സൂര്യന്റെ അപ്പുറത്തു നിന്ന് ബിയോണ്ട് ദ സൺ someone has come to this world. ഈ സഭാപ്രസംഗം എന്ന പുസ്തകം തെമ്മാടിയുടെ പുസ്തകമാണ്, കുരുത്തങ്കട്ടോന്റെ പുസ്തകം, അഗ്നോസ്റ്റിക്കിന്റെ അജ്ഞേയവാദിയുടെ പുസ്തകമാണ്. ഇത്രയും സംശയം എഴുതി വെക്കുന്ന, ഇത്രയും ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, ഇത്രയും പ്രശ്നമുണ്ടാക്കുന്ന നല്ല വിശ്വാസിയെ ഇളക്കിക്കളയുന്ന പുസ്തകമാണ് സഭാപ്രസംഗി. അല്ലേ? നല്ല വിശ്വാസിയെ, ഒരു സത്യവിശ്വാസി വായിച്ചാൽ വിശ്വാസം ഉപേക്ഷിച്ചു. അതുപോലെ സഭാപ്രസംഗി. എന്തുകൊണ്ട് യഹൂദ റബ്ബിമാർ ഈ പുസ്തകം പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തി?
യഹൂദ റബ്ബിമാർ ഒറ്റ കാര്യമാണ്. അവർ ഇത് പുസ്തകങ്ങൾ നോക്കിയപ്പോൾ ഇതിങ്ങനെ എടുത്ത് കൈപ്പിടിച്ചു. ഡൗട്ട്സ് ആണ്, ക്വസ്റ്റ്യൻസ്. ബാക്കി പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ മുഴുവൻ ആൻസേഴ്സ് ആണ്. ആൻസേഴ്സ്. ഇപ്പൊ റബിമാർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, മോസ്റ്റ് ഇറലവന്റ് തിങ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുസ്തകത്തിൽ ചോദ്യമില്ലാതെ ഉത്തരം മാത്രം എഴുതി വെക്കുക എന്നുള്ളത്. ചോദ്യം ഇല്ലാതെ ഉത്തരം മാത്രം എഴുതി വെച്ചാൽ അതൊരു അഭംഗിയാകും. അതുകൊണ്ട് the rest of the books is the answer to the questions raised in this book. അപ്പൊ എക്ലീസിയാസ്റ്റസ് എന്ന പുസ്തകത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് ബാക്കി 38 പുസ്തകങ്ങളിൽ. അതാണ് യഹൂദ അറബിമാർ വിശ്വസിച്ചത്, വിശദീകരിച്ചത്, അതാണ് പ്രാവർത്തികമാക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് ബൈബിളിൽ ഇപ്പോൾ ഈ പുസ്തകം. കുരുത്തം കെട്ട ഭാവനകള്, ഒരു കള്ളുകുടിയന്റെയും പെണ്ണുപിടിയന്റെയും ചിന്തകള്, വികലമായ ചിതറിയ ഇതൊരു പച്ചയായ മനുഷ്യന്റെ യഥാർത്ഥ ജീവിതാന്വേഷണത്തിന്റെ ചോദ്യങ്ങൾ, അവന്റെ ഉള്ളിൽ വന്ന ചിന്തകൾ, ബ്രിട്ടൻ വിത്ത് ബ്രൂട്ടൽ ഹോണസ്റ്റി. നമ്മുടെ ഈ പിള്ളേരുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ മ്യാരകമായ സത്യസന്ധതയോടുകൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ വേഭതു, വിഹ്വലത, ചോദ്യങ്ങൾ, ചോദ്യശരങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ ചോദിച്ച മനുഷ്യൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. സൂര്യന് കീഴെ ആരെയും ഞാൻ കാണുന്നില്ല, ഒന്നും ഞാൻ കാണുന്നില്ല. Then someone should appear. Someone should appear here under the sun. And he must come from beyond the sun. സൂര്യന്റെ അപ്പുറത്തു നിന്ന് ഒരുത്തൻ വരണം. മരണത്തിന്റെ ചക്രവാള രേഖകൾക്ക് അപ്പുറത്തു നിന്ന് ജീവന്റെ പ്രസരിപ്പുമായി ഒരുവൻ വരണം. ഫ്രം ബിയോണ്ട് ദ ഹൊറൈസൺ ഓഫ് ഡെത്ത്സ് നൈറ്റ്. മരണത്തിന്റെ കറുത്ത നിശകൾ തീർക്കുന്ന അന്ധകാരപൂരിതമായ ചക്രവാള സീമകൾക്കപ്പുറത്ത് നിന്ന് ജീവന്റെ തുടിപ്പുമായി ഒരുവൻ വരണം. അവൻ വന്നു എന്ന് നമ്മുടെ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു. അവനിൽ ജീവനുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. എത്ര ബ്യൂട്ടിഫുൾ നരേഷനാണ്. ശലോമോന് കാണാൻ കഴിയാഞ്ഞത് കാണാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ശലോമോന് കേൾക്കാൻ കഴിയാഞ്ഞത് കേൾക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ശലോമോൻ അറിയാൻ പറ്റാഞ്ഞത് അറിയാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ക്രൈസ്റ്റ് ഹാസ് കം ആൻഡ് ഹി കോൺക്വേർഡ് ഡെത്ത്. മശിഹ മരണത്തെ കൊന്നു. Solomon had not seen that man. He has seen only dust. പൊടിയായ മനുഷ്യരെ മാത്രമേ കണ്ടുള്ളൂ. ഫ്രം എർത്ത്ലി, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട് മണ്ണിലേക്ക് മടങ്ങിയ. nor the man from heaven, never he has seen a man from heaven. He was talking about man of dust, the first Adam and all his descendants. ഒന്നാമത്തെ ആദാമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും കുറിച്ച് ശലോമോൻ പറയുമ്പോൾ ആദാമിനെയും അവന്റെ സർവ്വസന്തതികളെയും മരണകരമായ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതരാക്കിയ ദൈവികമായ കവറിടത്തെ ഉദ്ഘോഷിക്കുന്ന പരിശുദ്ധ സഭ മരണത്തെ മശിഹ ചവിട്ടിക്കൊന്നു. വിജയ ശ്രീലാളിതനായി ഉത്തിതനായി ഈ കിംത്യാട് ദിവസങ്ങളിൽ നമ്മൾ ഈ ശലോമോന്റെ കുറിപ്പുകളെ വായിക്കുമ്പോൾ വി ഹാവ് ആൻസേഴ്സ്. നമ്മൾ ഇനി ആ ചോദ്യങ്ങളിൽ തട്ടി ഇടറുന്നവരല്ല. വി ഹാവ് ആൻസേഴ്സ്. ശലോമോൻ പിന്നെ പറയുന്നത് ഈവിളാണ്, തിന്മ.
തിന്മ, സാമ്യത, അസമ്യത, സമയം, മരണം, സലോമോന്റെ പ്രശ്നങ്ങളാണ്. ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്. നിസിയ, I am doing a live here. ഇത് ഈ ലോക്ക്ഡൌണിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ ഇവിടെ ലേറ്റ് നൈറ്റാ, പക്ഷെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് നടക്കുകയൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെ ഇരുന്നിരുന്ന് ടൈമൊക്കെ ഒരു വല്ലാത്ത പരുവത്തിലായിരിക്കും. അപ്പൊ ഈവളിനെ കുറിച്ച് പറയാണ്, തിന്മയെ കുറിച്ച്. സഭാപ്രസംഗി 8:40. ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്. നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു, ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു. അതും മായ എത്രയെന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ ഞാൻ സന്തോഷത്തെക്കുറിച്ച് പ്രശംസിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? നീതിമാന്മാർക്ക് ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലവും ദുഷ്ടന്മാർക്ക് നീതിമാന്മാർക്കുള്ള പ്രതിഫലവുമാണ് കിട്ടുന്നത്. അത് മായ. ഈ ശലോമോൻ ഒത്തിരി സോഷ്യൽ വർക്കൊക്കെ ചെയ്യുമായിരുന്നു. വേഷപ്രച്ഛന്നനായി വഴിയിൽ ഇറങ്ങി നടക്കുകയും പാവങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒത്താ പെണ്ണ് പിടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉദാരമതികളാകുമ്പം ചിലപ്പോൾ ഉപദ്രവങ്ങളൊക്കെ ചെയ്യും. ദുർബല ഹൃദയന്മാരാണ്. 3:16 സഭാപ്രസംഗി 3:16. ഞാൻ സൂര്യന് കീഴെ ന്യായത്തിന്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എന്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. 4:1. പിന്നെയും ഞാൻ സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ മരിച്ചു പോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഇവിടെ നിങ്ങൾ കാണുന്ന അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ശലോമോനെ ഇപ്പൊ തന്നെ നമ്മുടെ പെന്റക്കോസ്റ്റിൽ നിന്നൊക്കെ വിശ്വാസം വിട്ട് ആളുകൾ ചോദിക്കുന്ന ഈ ചോദ്യമാണ്. ശലോമോൻ ചോദിക്കുന്ന സെയിം ചോദ്യമാണ് ചോദിക്കുന്നത്. പീഡിതന്മാർ പീഡിപ്പിക്കപ്പെടുന്നു, അവിടെ ഒരു കൊച്ചു കുഞ്ഞു ബലാത്സംഗം ചെയ്യപ്പെട്ടു. വേർ വാസ് യുവർ ഗോഡ്? യുക്തിവാദികൾ വലിയ പോസ്റ്ററും കൊണ്ടുവരുന്ന ഈ പൊട്ടനെ, ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ലേ? ഇത് 3000 കൊല്ലം മുമ്പ് ശലോമോൻ ചോദിച്ച സെയിം ചോദ്യമാണ് ഈ ആധുനിക കാലത്ത് ഫേസ്ബുക്കിൽ പോസ്റ്ററായിട്ട് അവന്മാർ കൊണ്ടുവരുന്നത്, യുക്തിവാദികൾ. ഇനി യുക്തിവാദികൾ ഇങ്ങനത്തെ ചോദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഈ വാക്യം ഇട്ട് കൊടുക്കണം. സെയിം ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ സോളമൻ 3000 years ago ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് റെഫറൻസ് വേണേ 4 അധ്യായം 1 സഭാപ്രസംഗം. ഇനി നിങ്ങളെല്ലാം ഉത്സാഹിക്കണം. യുക്തിവാദികൾ ഇങ്ങനത്തെ പോസ്റ്ററായിട്ട് വരുമ്പോൾ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് അവരോട് പറയണം, എടുത്തോണ്ട് പോടാ. 3000 കൊല്ലം മുമ്പ് ശലോമോൻ ചോദിച്ച പഴയ ചോദ്യമാണോ നീ കൊണ്ടുവരുന്നത്? ഫൈനലി ഗോഡ്, ദൈവം. ഇപ്പൊ ദൈവത്തെക്കുറിച്ച് പറയാണ് 8:17. സൂര്യന്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി ആരാഞ്ഞറിയുവാൻ മനുഷ്യന് കഴിവില്ല എന്നിങ്ങനെ ഞാൻ ദൈവത്തിന്റെ സകല പ്രവൃത്തിയെയും കണ്ടു. മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ട് അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കുകയില്ല. ഒരു ജ്ഞാനി തന്നെയും അതിനെ ഗ്രഹിക്കാൻ നിരൂപിച്ചാൽ അവന് സാധിക്കുകയുമില്ല. അജ്ഞേയവാദം ദുർഗ്രഹമാണ്. ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. As you do not know how the spirit comes to the bones in the womb of a woman child, so you do not know the work of God makes everything. 11:5 11:5. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. സോ ഇവിടെ സഭാപ്രസംഗി ദൈക്ഷണികമായ വാദത്തിനു വേണ്ടി ഇന്റലിജന്റ് ഡിസൈൻ അംഗീകരിക്കുന്നു. ക്രിയേറ്റർ, എക്സിസ്റ്റൻസ് ഓഫ് ക്രിയേറ്റർ, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഹി കനോട്ട് എക്സ്പീരിയൻസ് ഇറ്റ്. വിശ്വാസത്താൽ, ആത്മാവിൽ ദൈവത്തെ അറിയാൻ പറ്റും. അഗ്നോസ്റ്റിക്കാണ്, ഒരിക്കലും എത്തിസ്റ്റിക്കൽ. അപ്പൊ ശലോമോന്റെ ഫിലോസഫി എത്തിസ്റ്റിക് ഫിലോസഫി, നിരീശ്വരവാദം ശലോമോൻ പറയുന്നില്ല. കാരണം ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് അപ്പം പറഞ്ഞ ഇവന്റെ അപ്പം പറഞ്ഞ. അപ്പൊ അപ്പന്റെ അപ്പന്റെ ദൈവവിശ്വാസത്തോടും മകന് താല്പര്യം കുറഞ്ഞതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ഇവിടെ കാണുന്നത്. അപ്പം
അപ്പം പറയാണ് ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പൊ മകൻ ജ്ഞാനിയാ, മൂഢനല്ല. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ സംശയം. ദൈവമില്ല എന്ന് ശലോമോൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങൾ നോക്ക്, തുടക്കം തൊട്ട് അവസാനം വരെ ക്ലോസ് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ കാര്യം പറയുന്നു. പക്ഷേ സംശയം, ഡൗട്ട്സ്. ഡൗട്ട്സ് ക്യാൻ കോ എക്സിസ്റ്റ് വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ കൂടെ ഡൗട്ട്സും ഉണ്ടാകാം. ആന്റി ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, അതിന്റെ ഒരു മലയാളം കണ്ടുപിടിക്കണേ. ആന്റി ഫെയ്ത്ത്. മരണത്തെക്കാൾ ആഴമുള്ള പ്രണയം, നിരാശയേക്കാൾ ശക്തിയുള്ള പ്രണയം, സ്നേഹം. നമ്മൾ മൂന്നാമത്തെ പുസ്തകത്തിൽ 2-ലേക്ക് 3-ലേക്ക് നമ്മൾ പോയില്ല, സഫറിങ്ങിനപ്പുറത്ത് ആ പ്രണയത്തിലേക്ക് വരുമ്പോൾ, ദാറ്റ് ഈസ് ഹെവൻ, സ്ലൈസ് ഓഫ് ഹെവൻ. സ്നേഹം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ശത്രുക്കളെ സ്നേഹിപ്പി, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിപ്പി, വസ്തുവകയുള്ളവൻ ഇല്ലാത്തവൻ പങ്കുവെച്ചു കൊടുക്കുവിൻ, ദൈവം സ്നേഹമാകുന്നു. ദാറ്റ്സ് എ ആൻസർ, ആന്റിഡോട്ട് ടു ഓൾ ദീസ് പ്രോബ്ലംസ്. മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമാണ്, സ്നേഹത്തിന്റെ സുവിശേഷമാണ്. അതാണ് ക്രിസ്തു കൊണ്ടുവന്നത്. സോ നമ്മൾ ഈ 3 പുസ്തകങ്ങളെ പരിചയപ്പെടുകയായിരുന്നു. അതിനകത്ത് നമ്മൾ എക്ലീസിയാസ്റ്റിസ് നമ്മൾ ഡീപ്പായിട്ടൊന്നും പഠിച്ചില്ല. സഭാപ്രസംഗി എന്ന പുസ്തകത്തെക്കുറിച്ച് ഏകദേശം ഒരു അവലോകനം നമ്മൾ നടത്തി. വേണമെങ്കിൽ നമുക്ക് സഭാപ്രസംഗി ഡീറ്റെയിൽഡ് ആയിട്ട്, ഇറ്റ്സ് ഗ്രേറ്റ് ഫിലോസഫി. അപ്പം നിങ്ങൾ തന്നെ വായിക്കുക, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള വളരെ നല്ല ബുക്കാണ്. സോ അതുകൊണ്ട് ലോക്ക്ഡൗൺ കാലത്ത് 3 പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ട ആ പ്രിയപ്പെട്ട വാട്സാപ്പ് സുഹൃത്തിനോട്, ബാക്കി ആർക്കെങ്കിലും സമാന ആവശ്യമുണ്ട് അവരോടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ അത്യാവശ്യം വായിക്കേണ്ട, ധ്യാനിക്കേണ്ട 3 പുസ്തകങ്ങളാണ് സഭാപ്രസംഗിയും യോബും ഉത്തമഗീതവും. ഫസ്റ്റ് വൺ talks about faith, the second one about hope, and the third one about love. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3ഉം നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.